പ്രൈസ് ലോർഡ്. വിമൺ ഫോർ ജീസസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷനിലേക്ക് എല്ലാ പ്രിയമുള്ളവരെ ഞങ്ങൾ ഒരു പ്രാവശ്യം സ്വാഗതം ചെയ്യുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ് നമ്മൾ ഒന്നിച്ച് കേൾക്കാൻ പോകുന്നത്. അതിനു മുന്നേ നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. കർത്താവിന് സ്തോത്രം. ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായ സ്തോത്രം. കർത്താവ്, വെനസ്ഡേയിലും ഞങ്ങൾക്കൊരു പുതിയ ജീവിതാനുഭവമായിട്ട് നിൻ്റെ സന്നിധിയിൽ ഒന്നിച്ച് കടന്നു വരുവാൻ കൊണ്ടവിടുന്ന് ചെയ്ത ഉപകാരത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്ന അവിടുത്തെ ദാസിക്കായ സ്തോത്രം. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മീയ അനുഗ്രഹത്തിൻ്റെ കാരണമായി തീരണം. അണിപാടുള്ള കരങ്ങളിൽ വെച്ച് നിൻ്റെ മകളെ ഉപയോഗിക്കണം. ഞങ്ങളെ മുറ്റുമായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുറവശങ്ങളെ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടും. സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിരുന്നു. വൻകാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതുകൊണ്ട് സ്തോത്രം. സകലമാനവും സകല മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കുന്നു. യേശു മൂലം നന്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്ന് നമ്മളോടൊപ്പം തൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്ന കർത്താവിൻ്റെ ദാസി പ്രിയ സിസ്റ്റർ അക്സ പ്രവീണാണ്. റാന്നിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. പ്രിയ സിസ്റ്റർ നമ്മൾ സ്നേഹത്തോടെ നമ്മുടെ ആസാദിലേക്ക് വെൽക്കം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്റർ. സുഖമായിട്ടിരിക്കുന്നേ? കൃപയാൽ സന്തോഷമായിട്ടിരിക്കുന്നു. റാന്നിൽ നിന്നാണ് ജോയിൻ ചെയ്തേക്കുന്നല്ലേ? അതെ, റാന്നിന്ന്. ഓക്കെ. ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം. വീട്ടിൽ ആരൊക്കെയുണ്ട്? മാതാപിതാക്കളെ പറ്റി, സിസ്റ്റർ ഫാമിലിയെ പറ്റി എല്ലാം ഒന്ന് പറയാം. വീട്ടില് പപ്പായുണ്ട്, മമ്മിയുണ്ട്, എനിക്കൊരു സഹോദരനുണ്ട്. അവര് കൊട്ടാരക്കരയ്ക്ക് അടുത്ത് വേങ്ങൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് സഭാ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ അവിടെ ആയിരിക്കുന്നു. ഞങ്ങളിവിടെ റാന്നിക്കടുത്ത് മന്ദമരുതി എന്ന് പറയുന്ന സ്ഥലത്ത് സഭാ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെ കർത്താവിന്റെ വേലയിലായിരിക്കും. ശരി. റാന്നിയിൽ സഭാ ശുശ്രൂഷയിലായിരിക്കുന്നു, മന്ദമരുതിയിൽ. അതെ. ജനിച്ചു വളർന്നതൊക്കെ എവിടെയാണ്? അങ്ങനെയുള്ള വിവരങ്ങളെ കൂടെ പറയുകയാണെങ്കിൽ. ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ്. വളർന്നത് പല സ്ഥലങ്ങളിലാണ് വളർന്നത്. സഭാ ശുശ്രൂഷയിലായിരുന്നത് കൊണ്ട് ഓരോ 3 വർഷം കൂടുമ്പം ട്രാൻസ്ഫർ ഉണ്ടല്ലോ പാസ്റ്റേഴ്സിന്. അങ്ങനെ കേരളത്തിന്റെ ഏകദേശം 10-11 ജില്ലയിൽ വളരുവാനുള്ള ഭാഗ്യം ദൈവം തന്നിട്ടുണ്ട്. പപ്പയും പാസ്റ്റർ ആയിരുന്നു. അതെ, പപ്പ IPCയിലെ സീനിയർ പാസ്റ്ററാണ്. 38 വർഷമായി കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയിലാണ്. ഓഹോ, പപ്പയുടെ പേരെങ്ങനെ? അന്നേരം പപ്പായുടെ പേര് ചാർലി കോശി. ശരി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പം ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറയാം കേട്ടോ. നമ്മൾ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ പാസ്റ്റൽ കുടുംബത്തിൽ ജനിച്ചു, ഇന്ന് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. വിവിധ തരത്തിൽ കർത്താവ് ഉപയോഗിക്കുന്ന ദൈവദാസനിയാണ്. ഞാൻ ചില വീഡിയോ ഒക്കെ കണ്ടു, കൺവെൻഷനുകൾക്കൊക്കെ പ്രസംഗിക്കുന്ന വീഡിയോ ഒക്കെ കണ്ടു. വളരെ ചെറിയ പ്രായത്തിൽ ശുശ്രൂഷ വന്നോ? അതെ, 19-ാമത്തെ വയസ്സിൽ പുസ്തകം ദൈവം എടുപ്പിച്ചു. എടുത്തതല്ല, എടുപ്പിച്ചത്. ദൈവത്തിന് സ്തോത്രം. ഒത്തിരി ജീവിതാനുഭവങ്ങളുണ്ട് അല്ലേ? അതെ. അപ്പം പാസ്റ്ററൽ കുടുംബത്തിൽ ജനിച്ച പാസ്റ്റർ ഭാര്യയായിട്ടുള്ള അക്സ സിസ്റ്ററുടെ അനുഭവങ്ങൾ നമ്മൾ കേട്ടതിൽ നിന്നൊക്കെ വ്യത്യസ്ത അനുഭവങ്ങളാണ്. ജീവിതത്തിൽ കർത്താവിനെ അനുഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. സിസ്റ്റർ കണ്ടിന്യൂ ചെയ്യാം. കർത്താവിന്റെ തന്നെ നാമത്തിന് മഹത്വം. ഒത്തിരി സന്തോഷമുണ്ട് ഇന്ന് പകൽക്കാലം ഈ ആസാദി TV ചാനലിലൂടെ കർത്താവിനെ നടത്തിയ വിധങ്ങള്, കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ പ്രവേശിച്ച വിധങ്ങളൊക്കെ, ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നന്മകൾ, ദൈവം നടത്തുന്ന കരുതലുകളെ കുറിച്ചൊക്കെ സാക്ഷ്യം പറയുവാൻ ലഭിച്ച അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രാരംഭത്തിൽ അങ്ങയുടെ ദാസിക്കും നേതൃത്വം വഹിക്കുന്ന അങ്ങയുടെ ദാസിക്കും പ്രത്യേകമായുള്ള ദൈവസ്നേഹത്തിലുള്ള നന്ദിയും സ്നേഹവും ആരംഭത്തിൽ തന്നെ ഞാൻ അറിയിക്കുകയാണ്. ഞാൻ ഒരുപാട് വ്യക്തി ജീവിതങ്ങളുടെ, ദൈവദാസന്മാരുടെ, ദാസിമാരുടെ ടെസ്റ്റിമണി ഒക്കെ ഞാനിത് ഇതുവഴി എപ്പോഴും വാച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാ. കുറച്ച് ഓപ്പണായിട്ട് പറയുവാണെങ്കിൽ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ദൈവത്തോട് ചോദിച്ചു, എന്നാണ് എനിക്കൊരു അവസരം ലഭിക്കുന്നത്? അപ്പൊ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, സമയമായിട്ടില്ല, സമയമാകുമ്പോൾ അതിനുള്ള അവസരം ഒരുങ്ങും എന്ന് കർത്താവ് എന്നോട് സംസാരിപ്പാനിടയായി. ഇന്ന് ആ അവസരം സർവശക്തനായ ദൈവം ഒരുക്കിയതിൽ ഞാൻ ഒത്തിരി എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. എന്റെ പേര് അക്സ പ്രവീൺ എന്നാണ്. ഞാൻ ട്രിവാൻഡ്രം ജില്ലയിലാണ് ജനിച്ചത്. അവിടെയാണ് എന്റെ മാതാവിന്റെ സ്വദേശം. ജനനത്തിന് 2 ആഴ്ചയ്ക്ക് ശേഷം എന്റെ പിതാവ് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ആയിരുന്നതിനാൽ IPC സഭാ ശുശ്രൂഷയോടുള്ള ബന്ധത്തില് മലബാറിന്റെ പ്രദേശത്ത്, കണ്ണൂര് ഇരിട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ എന്നെ കൊണ്ട് പോകുവാനിടയായി. ഞങ്ങൾ 2 മക്കളാണ്. അന്ന് ഞാൻ മാത്രമേ ജനിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ചെറുപ്പകാലത്ത് ഒരുപാട് കഷ്ടതയിലൂടെ, പ്രയാസത്തിലൂടെ, ശോധനയിലൂടെ ഒക്കെ വിശ്വാസ ജീവിതത്തിൽ വളർന്നു വരുവാൻ ദൈവം എന്നെ സഹായിച്ചു. അവിടെ ആയിരുന്ന സമയത്ത് ഒത്തിരി
അനുഭവങ്ങളുണ്ട്. എന്നാൽ ഇന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്ന ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പരിശുദ്ധാത്മാവിന്റെ പരിജ്ഞാനത്തിൽ പ്രധാനപ്പെട്ട അനുഭവങ്ങൾ കോർത്തിണക്കി പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവിടെ അവര് സുവിശേഷ വേലയിലായിരുന്ന സമയത്ത് ഒരു കൊച്ചു വാടക വീടെടുത്ത് പ്രവർത്തനം അവിടെ ആരംഭിച്ചു. കുടുംബങ്ങളൊന്നുമില്ല, പുതിയ പ്രവർത്തനമാണ്. അങ്ങനെ അവിടെ പല സ്ഥലങ്ങളിൽ വീട് വാടകയ്ക്കെടുത്ത് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പ്രവർത്തിച്ച സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ആത്മാക്കളെ നേടുവാൻ കർത്താവ് എന്റെ പിതാവിനെയും മാതാവിനെയും ഒക്കെ ദൈവം സഹായിച്ചു. ഇന്ന് ഞാൻ അത് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അവിടെ മലബാറില് 144 പ്രഖ്യാപിച്ച ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന് പേരൊന്നും അന്നില്ല. 144 എന്നാണ് പറയുന്നത്. കാരണം അതുപോലെയുള്ള കൊലപാതകങ്ങളും അക്രമങ്ങളും പീഡകളും ഒക്കെ ഉള്ള ഒരു ദേശമാണ്. ആ ദേശത്ത് അതുവരെയും ഒരു ദൈവസഭയുടെ അല്ലെങ്കിൽ കർത്താവിന്റെ ഒരു പ്രവർത്തനം അവിടെ അതുവരെ ഉണ്ടായിരുന്നില്ല. എന്നാൽ എന്റെ പിതാവിന് ലഭിച്ച ദർശനത്തോടുള്ള ബന്ധത്തിൽ ആ സ്ഥലത്ത് ആദ്യമായിട്ട് വേദപുസ്തകവുമായി അവിടെ ചെന്ന് പ്രവർത്തിപ്പാനുള്ള ഭാഗ്യം എന്റെ കുടുംബത്തിനാണ് ലഭിച്ചത്. ഒരു മുറി, കടമുറി അവര് താമസത്തിനായിട്ട് എടുത്ത് ആ ഒരു മുറിക്കകത്ത് തന്നെയാണ് അടുക്കളയും ഞങ്ങൾ കിടക്കുന്നതും എല്ലാം ഒരു മുറിയിൽ തന്നെയാണ്. അവിടെ തന്നെയാണ് പപ്പ ആരാധന നടത്തുന്നതും. ഒരിക്കൽ സഭായോഗം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത്, ഈ സഭായോഗം നടത്തുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒത്തിരി ജനബാഹുല്യമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ വിശ്വാസികൾ ഞാനും എന്റെ മാതാവുമാണ്. അപ്പൊ അങ്ങനെ വിശ്വാസത്താൽ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഏകദേശം 20 പേര് വടിവാളും ഒക്കെ ആയിട്ട് ഞങ്ങളെ ഉപദ്രവിക്കാനായിട്ട് വന്ന ഒരു അനുഭവം എന്റെ ഓർമ്മയിലുണ്ട്. എന്നാൽ ഉപദ്രവിക്കാൻ വന്നവർ വചനം കേട്ടിട്ട് മടങ്ങിപ്പോയ ഒരവസ്ഥയാണ് അവിടെ ഉണ്ടായത്. അങ്ങനെയൊക്കെ ഒത്തിരി പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ, ജീവനുള്ള ദൈവത്തിന്റെ പ്രവർത്തികളൊക്കെ എനിക്ക് കാണുവാൻ, വിശ്വാസത്തിൽ ചെറുപ്പകാലത്ത് തന്നെ ഉറച്ച് വളരുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. അങ്ങനെ ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ ഭവനത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാല് ഷീറ്റും ഓടും ഇട്ട ഒരു കടമുറി, മുഴുവനും ചോർച്ചയുള്ള ഒരു ഭവനം. ആ കടമുറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം മുഴുവൻ അതിനകത്ത് വീഴും. ഞങ്ങൾ 3 പേരും നനഞ്ഞ് ഉറങ്ങാതെ ദിനരാത്രങ്ങൾ നേരം വെളുപ്പിച്ച അനുഭവങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഒത്തിരി കഷ്ടതയിലൂടെ പിതാവും മാതാവും എന്നെ കൊണ്ട് പോയ അവസ്ഥ കുഞ്ഞുനാള് തൊട്ടേ ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ആ വീടിന്റെ ആ തൊട്ടപ്പുറത്ത് ഭാർഗവി അമ്മ എന്ന് പറയുന്ന ഒരു അമ്മച്ചിയുണ്ട്. ഇന്ന് ജീവനോടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അന്ന് കർത്താവിന്റെ വേലയിൽ ഞങ്ങളെ ഒത്തിരി കൈത്താങ്ങല് ചെയ്ത ഒരു അമ്മച്ചിയാണ്. ആ അമ്മച്ചിയാണ് ഒരു ചാക്കിനകത്ത് ഒരു പിടി അരിയൊക്കെ പപ്പായ്ക്കും മമ്മിക്കും കൊണ്ടു കൊടുക്കുന്നത്. മറ്റ് വരുമാന മാർഗങ്ങളോ സഹായിക്കാനോ വ്യക്തികളോ ആരുമില്ലാത്ത ഒരവസ്ഥ. അപ്പൊ ആകെ കൊണ്ടുവരുന്ന ആ ഒരു പിടി അരിയിട്ട് ചോറ് വെക്കും, മുളക് ചമ്മന്തി ഉണ്ടാക്കും. തൊട്ട് അടുത്ത് ഈ ഒത്തിരി കാന്താരി മുളക് കൊല്ലം നിപ്പുണ്ട്. അത് പറിച്ച് മമ്മി ചമ്മന്തി ഉടച്ച് ഈ ചോറിന്റെ കൂടെ കഴിക്കും. അപ്പൊ ആ സമയത്ത് രാവിലെ ഇവര് എന്നെ തോളിലെടുത്ത് സുവിശേഷ വേലയ്ക്കായി ട്രാക്ടറുകളുമായിട്ടൊക്കെ ഇവര് കടന്നു പോകും. കർത്താവിന്റെ വേല ചെയ്ത് വൈകുന്നേര സമയത്ത് ക്ഷീണിച്ച് മടങ്ങി വന്ന് വിശന്ന് വലഞ്ഞ് ഈ ചോറ് കഴിക്കാനായിട്ട് എടുക്കുമ്പം ഈ ചോറുകലത്തിനകത്ത് മൊത്തം ശവന്തീനി ഉറുമ്പുകളായിരിക്കും. ഒരു ദിവസം പോലും ഉണ്ടാക്കി വെക്കുന്ന ആഹാരം കഴിക്കാൻ പറ്റാത്ത ഒരു അനുഭവം. ഉണ്ടാക്കിയാൽ അന്നേരം തന്നെ കഴിക്കണം. വെച്ച് 1 മണിക്കൂർ കഴിഞ്ഞാൽ മൊത്തം ഉറുമ്പ് കയറുന്ന അനുഭവമാണ്. അന്ന് കട്ടിലൊന്നുമില്ല, ഒരു പായ ഉണ്ട്. ആ പായ അമ്മച്ചി തന്നതാ. അത് പകുതി പൊടിഞ്ഞൊക്കെ പായ. ആ വെറും പായല്, ഒരു ഷീറ്റ് പോലും ഇല്ല. ആ വെറും പായലാണ് ഞങ്ങൾ 3 പേര് കിടക്കുന്നത്. അപ്പൊ ഈ ഉറുമ്പിന്റെ കടി കാരണം നല്ലതായിട്ട് ഉറങ്ങാൻ പോലും കഴിയത്തില്ല, നല്ല ഭക്ഷണം കഴിക്കാൻ ഒക്കത്തില്ല. ആകെ വെക്കുന്ന ഭക്ഷണം കലത്തോടെ എടുത്ത് കളയുന്ന അവസ്ഥകളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെ ആയിരുന്ന സമയത്ത് എന്റെ മാതാവിന് എനിക്ക് പാല് തരാനില്ലായിരുന്നു. ഒത്തിരി കഷ്ടതകളുടെ നടുവിൽ എന്നെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് നല്ല ആഹാരം ഒന്നും ലഭിച്ചിട്ടില്ലാത്തത് കൊണ്ട് പാലൊന്നും എനിക്ക് തരാനായിട്ട് ഇല്ലായിരുന്നു, ഫീഡിങ് ഇല്ലായിരുന്നു. അപ്പോൾ എന്റെ പിതാവിന്റെ ഒരു വിശ്വാസം ഞാൻ പെട്ടെന്ന് പറയാം. വെള്ളം ചൂടാക്കിയിട്ട് പാൽ കുപ്പിക്കകത്ത് ഒഴിച്ചിട്ട് അത് കയ്യിൽ വെച്ചിട്ട് അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിക്കും, ഇത് വൈറ്റമിൻസ് ആയിട്ട് മാറട്ടെ, പ്രോട്ടീൻസ് ആയിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ച് എനിക്ക് തരും. അദ്ദേഹത്തിന്റെ ഒരു വിശ്വാസമാണ് അത്. ഞാൻ പറഞ്ഞു വരുന്നത്, വളരെ കുഞ്ഞു പ്രായം തൊട്ട് പൂർണ്ണമായ വിശ്വാസത്തിൽ ഉറച്ച് ദൈവം ആരാണ്, ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ എങ്ങനെയൊക്കെ ദൈവം പ്രവർത്തിക്കും, അങ്ങനെ അവരുടെ ജീവിതത്തിലൂടെ കണ്ടു വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ അവിടുത്തെ വേല തികച്ചതിന് ശേഷം ട്രാൻസ്ഫറിന്റെ സമയത്ത് കൊല്ലം ജില്ലയിൽ കുണ്ടറ ചീരങ്കാവ് എന്ന് പറയുന്ന ദേശത്ത് വന്ന് വീണ്ടും അടുത്ത പ്രവർത്തനം ആരംഭിച്ചു. IPC കുണ്ട്ര സെന്റർ എന്ന് പറയും.
പാസ്റ്റർ വി തോമസ് അവറുകൾ ഒത്തിരി കൈത്താങ്ങലുകൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇന്ന് അഭിഷിക്തദാസൻ നിത്യതയിൽ വിശ്രമിക്കുകയാണ്. അന്ന് ഈ IPC കുണ്ട്ര സെന്റർ സ്റ്റാർട്ട് ചെയ്ത സമയമാണ്. 4 ദൈവദാസന്മാരേ ഉള്ളൂ. അതിലൊരു അഭിഷിക്തനായിരുന്നു എന്റെ പിതാവ്, കുടുംബവും. ഇന്ന് ആ സെന്റർ വളർന്നു. ഏകദേശം 35-40 സഭ ആ സെന്ററിലുണ്ട്. അപ്പൊ അതിന്റെ ആരംഭ കാലഘട്ടങ്ങളിലെ പ്രവർത്തനത്തില് ഈ ചീരങ്കാവ് എന്ന് പറയുന്ന ദേശത്ത് ഒരു വാടക വീടെടുത്ത് അവിടെ പ്രവർത്തനം ആരംഭിച്ചു. അമ്പലത്തിലെ പൂജാരിമാർ ഉൾപ്പെടുന്ന അനേകർ രക്ഷയിലേക്ക് വരുവാൻ ഇടയായി. ഒത്തിരി പേരെ നേടുവാൻ കർത്താവ് സഹായിച്ചു. അവിടെ ആയിരുന്ന സമയത്ത് എന്റെ വിദ്യാഭ്യാസ കാലം ആരംഭിക്കുവാൻ ഇടയായി. 6 വയസ്സായ സമയത്ത് അവിടെ ഒരു സ്കൂളില് എന്നെ ചേർപ്പാൻ ഇടയായി. ഇതിനിടയിൽ എനിക്ക് 4.5 വയസ്സുള്ള സമയത്ത് എന്റെ സഹോദരൻ ജനിച്ചു. അവന്റെ പേര് അലക്സ് എന്നാണ്. ഈ വളർച്ചയുടെ 6 വയസ്സ് വരെയുള്ള വളർച്ച കാലയളവിൽ ഇടയ്ക്ക് 2 മരണത്തിൽ നിന്ന് കർത്താവ് അത്ഭുതകരമായിട്ട് എന്നെ വിടിവിച്ചതാണ്. ഒരു 1.5 വയസ്സുള്ള സമയത്ത് എനിക്ക് ടൈഫോയിഡ് പിടിപെടുവാനിടയായി. സ്തോത്രം. ടൈഫോയിഡ് പിടിപെട്ട് വളരെ സീരിയസ് ആയി. ഹോസ്പിറ്റൽ പറഞ്ഞു ജീവിക്കുമോ എന്ന് സംശയമാണ്. ഞങ്ങൾ ചെയ്യാവുന്ന എല്ലാ ചികിത്സകളും ചെയ്തു, ഭവനത്തിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ എന്റെ പിതാവും മാതാവും വളരെ പ്രയാസപ്പെട്ട് ഭവനത്തിൽ കൊണ്ടുവന്നു. ഒരു പാവിരിച്ചു, എന്നെ അതിലിങ്ങനെ കിടത്തി. അവര് 3 ദിവസം ഉപവാസം സ്റ്റാർട്ട് ചെയ്തു. ഉപവാസത്തിന്റെ ആദ്യത്തെ 2 ദിവസം എനിക്ക് യാതൊരു ചലനവുമില്ല. ബോധമറ്റ ശരീരമാണ്. അല്പം ഒരു ബ്രീത്തിങ് ലെവൽ മാത്രമേ ഉള്ളൂ. അത്രത്തോളം രോഗം മൂർച്ഛിച്ച ഒരവസ്ഥയാണ്. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, 3-ാമത്തെ ദിവസം ഏകദേശം ഉച്ച കഴിഞ്ഞ സമയത്ത് എന്റെ ശരീരത്തിൽ ജീവന്റെ തുടിപ്പ് ഉണ്ടാകുവാൻ ദൈവം സഹായിച്ചു. എന്റെ പിതാവും മാതാവും പറഞ്ഞു കേട്ട ഒരു സാക്ഷ്യമാണിത്. എനിക്കറിയാം, അവര് പറഞ്ഞ് ഞാൻ അറിഞ്ഞ ഒരു ടെസ്റ്റ് മണിയാണിത്. അങ്ങനെ ഒരു മരണത്തിൽ നിന്ന് ദൈവം എന്നെ വിടിവിപ്പാൻ ഇടയായി. 2.5 വയസ്സുള്ള സമയത്ത് ഒരു വെള്ളക്കെട്ടിനകത്ത് വീണ് അവിടെയും ദൈവം എന്നെ വിടിവിപ്പാൻ ഇടയായി. അങ്ങനെ ഈ പറഞ്ഞ ദേശത്ത് വന്ന് 6 വയസ്സുള്ള സമയത്ത് സ്കൂളിൽ എന്നെ ചേർത്തു. സ്കൂൾ വിദ്യാഭ്യാസം സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ സ്കൂളിൽ ചേർത്ത് ഭവനത്തിൽ മടങ്ങി വന്നു. എനിക്ക് ഭയങ്കര നിരാശ. പപ്പായ്ക്കും മമ്മിക്കൊക്കെ ഭയങ്കര വിഷമം. ബാഗ് മേടിക്കണം, യൂണിഫോം വേണം, ഡ്രസ്സുകൾ വേണം, ബുക്ക് വേണം. ഒരു സാഹചര്യമില്ല, ഒരു സാധ്യതയുമില്ല. ഇളയതൊരു മോനുണ്ട്, അവന് കൊടുക്കാൻ ഭക്ഷണമില്ല, ഒന്നുമില്ല. അങ്ങനെ ഒരു പട്ടിണിയുടെ ഒരു കാലം. അപ്പം ഞാൻ പപ്പായോട് പറഞ്ഞു, ഞാൻ എങ്ങനെ സ്കൂളിൽ പോകും പപ്പ, ഞാൻ പോകുന്നില്ല, എനിക്കൊരു നല്ല ബാഗ് പോലും ഇല്ല, ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ പിതാവ് എന്നെ വിശ്വാസം പഠിപ്പിക്കുകയാണ്. ആ സമയത്ത് എന്റെ പിതാവ് എന്നോട് പറഞ്ഞു, യേശുപ്പച്ചനോട് പ്രാർത്ഥിച്ചാൽ എല്ലാം ലഭിക്കും, മോളൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ, ക്ലാസ്സിൽ പോകുന്നതിന് മുൻപ് വേണ്ടുന്നതെല്ലാം ലഭിക്കുമെന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ ആ കുഞ്ഞു മനസ്സിൽ എന്നാ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കാം, എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് ഞാൻ എന്റെ ആ കുഞ്ഞു പ്രായത്തിൽ, ആ കുഞ്ഞു മനസ്സിലെ നിഷ്കളങ്കമായ ആ ഹൃദയത്തിൽ നിന്ന് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് മുട്ടയിലൊക്കെ ഇങ്ങനെ ഇരുന്ന് കൈ ഊപ്പി ഞാൻ പ്രാർത്ഥിച്ചു. കണ്ണുനീരോടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അന്ന് മുതല് ഏത് വിഷയത്തിലും കരഞ്ഞു പ്രാർത്ഥിക്കാൻ ദൈവം എന്നെ പരിശീലിപ്പിച്ചു. അതൊക്കെ ഒരു ട്രെയിനിങ് ആയിരുന്നു. ഇന്ന് സഭാ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഇരിക്കുമ്പോൾ ആരുടെയോ വിഷയം, ഏത് വ്യക്തിയുടെ ആയിക്കൊള്ളട്ടെ, അത് ആത്മഭാരത്തോടെ കരഞ്ഞു പ്രാർത്ഥിക്കാൻ ഇന്ന് എനിക്ക് കഴിയുന്നുണ്ട്. അത് ദൈവം അന്ന് അങ്ങനെയുള്ളതായ പ്രതിസന്ധികളിലൂടെ കടത്തിവിട്ട് പഠിപ്പിച്ചത് കൊണ്ട് ഇന്ന് എനിക്കത് ഒത്തിരി പ്രയോജകരമായി തീർന്നു. ഒത്തിരി പേരെ അങ്ങനെ നേടുവാൻ എനിക്ക് ദൈവം എന്നെ സഹായിച്ചു. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ടയൽവാസിയായിട്ടുള്ള ഒരു വ്യക്തി, സജോഷ് എന്നാണ് പേര്. ഇന്ന് അദ്ദേഹം ഒത്തിരി പ്രായമൊക്കെ ആയി. അന്ന് അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ 23 വയസ്സ് ഉണ്ടെന്ന് തോന്നുന്നു. ആദ്യമായി വിദേശത്ത് പോയിട്ട് വന്നതാണ്. അപ്പൊ പ്രാർത്ഥിക്കാൻ വീട്ടിൽ വന്നു. പ്രാർത്ഥിച്ചിട്ട് പോകാൻ സമയമായപ്പോ ഒരു വലിയൊരു കവർ, ആ കവറ് എന്റെ മാതാവിന്റെ കൈ കൊടുത്തു. അദ്ദേഹം പോയതിനു ശേഷം ഞങ്ങൾ നോക്കിയപ്പോൾ അതിനകത്ത് ഒരു സ്കൂൾ ബാഗ്, ഒരു ടിഫിൻ ബോക്സ്, ഒരു നല്ല കളറുള്ള, എനിക്ക് ഇപ്പോഴും അത് ഓർമ്മയുണ്ട്, റെഡ് കളറിലെ ഒരു ഫ്രോക്കും ബ്ലൂ കളറിലെ ഒരു ഫ്രോക്കും, പിന്നെ ജോമെട്രി ബോക്സ്, കുറെ ബുക്സ്, കളർ പെൻസിൽസ്. ഞാൻ അന്തം വിട്ടുപോയി. അപ്പൊ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, ഒരുപക്ഷെ എന്റെ പിതാവിനോടും മാതാവിനോടും ഒരാവശ്യം പറയുന്നതിന് മുൻപേ യേശു അപ്പച്ചനോട് പറഞ്ഞാൽ ലഭിക്കുമെന്ന് എനിക്കൊരു വിശ്വാസം കുഞ്ഞു മനസ്സിൽ ഉറയ്ക്കാനായിട്ട് ഇടയായി. അങ്ങനെ വിദ്യാഭ്യാസ കാലം മുൻപോട്ട് കടന്നുപോയി. അവിടെ നിന്ന് മറ്റൊരു ദേശത്തേക്ക് ട്രാൻസ്ഫർ ആയി. ഇങ്ങനെ ഓരോ 3 വർഷത്തിൽ പല ദേശങ്ങളിൽ ട്രാൻസ്ഫർ നടക്കുന്നു, കർത്താവിന്റെ വേല നടക്കുന്നു, വിദ്യാഭ്യാസം നടക്കുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിൽ ഏകദേശം
12 വയസ്സുള്ള സമയത്ത് ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് എന്റെ മൈൻഡ് ഡൈവേർട്ട് ആവുകയാണ്. എന്റെ ചിന്തകളെല്ലാം പെട്ടെന്ന് തകിടം മറിയുകയാണ്. ഞാന് ഒരു പൂർണ്ണ നിരീശ്വരവാദിയായിട്ട് മാറുന്ന ഒരു സാഹചര്യത്തിലോട്ട് 12 വയസ്സുള്ള സമയത്ത് മൂവ് ചെയ്യാനിടയായി. നമ്മുടെ ടിപ്പിക്കൽ പെന്തക്കോസ്റ്റ് സിസ്റ്റത്തിലുള്ള ഒത്തിരി തിക്താനുഭവങ്ങൾ, സഭാ ശുശ്രൂഷയിലുള്ള ഒത്തിരി വേദനകൾ, പ്രതിസന്ധികൾ, നമ്മുടെ ദൈവസഭകളിൽ എല്ലാം കുഞ്ഞാടുകളല്ലല്ലോ ബഹുജനം, പലവിധം. നമ്മൾ ആരെയും വിധിപ്പാൻ യോഗ്യരല്ല. ബഹുജനം പലവിധം. അപ്പൊ പല സാഹചര്യങ്ങളിൽ നിന്നുള്ള തിക്താനുഭവങ്ങൾ നിമിത്തം എന്റെ മനസ്സിൽ ഇങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ ആദ്യം ഉണ്ടായി. പിശാചു കൊണ്ടുവന്നിട്ടതാ. കാരണം എന്റെ മേൽ വലിയ വിളിയുണ്ട്, തെരഞ്ഞെടുപ്പുണ്ട്, പെട്ടകം ചുമക്കേണ്ടയാളാ, ശുശ്രൂഷയുടെ നിയോഗമുണ്ട്. ഇത് പിശാചു മുന്നമേ കണ്ടിട്ട് ആ 12 വയസ്സായ സമയത്ത് എന്നെ ഡൈവേർട്ട് ചെയ്യുവാൻ ഇടയായി. അപ്പൊ എന്റെ പിതാവിന്റെയും മാതാവിന്റെയും ജീവിതത്തിൽ അവര് നേരിടുന്ന പ്രതിസന്ധികൾ എന്നെ ഒത്തിരി അഫക്റ്റ് ചെയ്യുവാൻ ഇടയായി. അവര് വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. അപ്പൊ ഇവരെന്നോട് മാക്സിമം പറയുന്നുണ്ട്, ഇത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഉള്ളതാണ്, കർത്താവ് ഇതൊക്കെ സഹിച്ചതാണ്, അപ്പോസ്തലന്മാർ ഇതൊക്കെ. പക്ഷേ ഇതൊക്കെ പറഞ്ഞിട്ടും അത്രയും ഒരു അടിയുറച്ച വിശ്വാസത്തിൽ ഞാൻ വളർന്നു വന്നിട്ട് പോലും ആ 12 വയസ്സായ സമയത്ത് എന്റെ ചിന്ത ഓപ്പോസിറ്റ് ആയി. എല്ലാം ഡൈവേർട്ട്. ഒരു കംപ്ലീറ്റ് നിരീശ്വരവാദിയുടെ ചിന്തകളിലേക്ക് ഞാൻ ഇങ്ങനെ മാറുവാൻ ഇടയായി. അതുപോലുള്ള മുറിപ്പെട്ട അനുഭവങ്ങൾ, മുറിപ്പെട്ട വേദനകൾ, പരിശുദ്ധാത്മാവിന്റെ പക്വതയിൽ, പരിജ്ഞാനത്തിൽ എല്ലാം ഞാൻ അത് വിശദീകരിക്കുന്നില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഹൃദയം മുറിയുന്ന, തകരുന്ന വലിയ പ്രതിസന്ധികൾ, സാഹചര്യങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നു. പക്ഷെ അവര് വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. അവരതൊക്കെ വിശ്വാസത്താൽ അതിനെ നേരിട്ടു. എന്നാൽ അത് എന്നെ ഒരുപാട് ഡൗൺ ചെയ്യാനായിട്ടിടയായി. അങ്ങനെ 12 വയസ്സ് മുതൽ 19 വയസ്സ് വരെ പൂർണ്ണ നിരീശ്വരവാദിയായി ഞാൻ ജീവിച്ചു. അപ്പം ഈ 12 മുതൽ 19 വരെയുള്ള ഇടക്കാലയളവിൽ ചില കാര്യങ്ങൾ സംഭവിക്കാനിടയായി. 12 വയസ്സ് എന്ന് പറയുമ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായമാണ്. അങ്ങനെ 8ാം ക്ലാസ് കഴിഞ്ഞു, 9 കഴിഞ്ഞു, 10ാം ക്ലാസ് എത്തി. 10ാം ക്ലാസ് എത്തിയ സമയത്ത്, ഏകദേശം 15 വയസ്സ് കഴിയുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ ക്ലാസ്സിൽ ചെന്നപ്പം എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നു. ഭയങ്കര ഫിസിക്കൽ പെയിൻ. കുനിഞ്ഞ് നോട്ട്സ് എഴുതാൻ പറ്റുന്നില്ല. ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. പെട്ടെന്ന് അവർ എന്റെ പേരൻസിനെ വിളിച്ച് സ്കൂളിൽ വരുത്തി എന്നെ കൊണ്ടുപോയി. ഭയങ്കര നടുവേദന, സഹിക്കാൻ കഴിയാത്ത ബാക്ക് പെയിൻ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി MRI സ്കാൻ ചെയ്തു. സ്പൈനൽ കോഡ് ഫുള്ളി ഡാമേജ് ആണെന്നുള്ള റിപ്പോർട്ടാണ് ലഭിച്ചത്. ഏകദേശം അന്ന് 15-16 ലക്ഷത്തിന്റെ ഒരു മേജർ സർജറി ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യാൻ ഇടയായി. അപ്പൊ ഡോക്ടർ ചോദിച്ചു, എന്തെങ്കിലും കൂർത്ത അഗ്രമുള്ള വസ്തുതയില് അടിച്ച് വീണോ എന്ന് ചോദിക്കാൻ ഇടയായി. അപ്പൊ ഈ 8 വയസ്സുള്ള സമയത്ത് ഞാൻ സ്കൂളിൽ നിന്ന് വന്ന വഴിയില് ഈ ഭിത്തി പോലെ ഇറക്കമുള്ള റോഡിൽ നടന്നു വന്ന സമയത്ത് സ്ലിപ്പായിട്ട് കറങ്ങി തെന്നി താഴോട്ട് ചെന്ന സമയത്ത് ഇങ്ങനെ കൂർത്തിരിക്കുന്ന അഗ്രഭാഗമുള്ള പാറക്കല്ലില് ബട്ടക്സ്, അതുപോലെ സ്പൈനൽ കോഡ് അടിച്ച് വീണ്ടും കറങ്ങി വീണ്ടും അതേ ഒരു പാറക്കഷ്ണത്തിൽ, 2 പാറക്കഷ്ണത്തിൽ അടിച്ച് വീണായിരുന്നു 8 വയസ്സുള്ള സമയത്ത്. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഈ 15 വയസ്സുള്ള ഈ സമയത്താണ് ഇത് പുറത്തു വരുന്നത്. അങ്ങനെയാണ് ഈ സ്പൈനൽ കോഡിന് ഇത്ര ഒരു ഡാമേജ് ഉണ്ടായത്. അപ്പം സർജറി പറഞ്ഞു. പിതാവും മാതാവും എന്നെ കൊണ്ട് റിസൾട്ടുമായിട്ട് ഞങ്ങൾ താമസിക്കുന്ന പാഴ്സനേജിൽ വന്നു. അപ്പൊ എന്റെ പിതാവ് പറഞ്ഞു, പ്രാർത്ഥിച്ചാൽ മതി. അപ്പൊ എന്റെ ഒരു അനുഭവം ഞാൻ പറയുകയാണെങ്കിൽ, നിരീശ്വരവാദിയായി എന്ന് പറയുമ്പോൾ ഈ 15 വയസ്സുള്ള സമയത്തും ഞാൻ നിരീശ്വരവാദിയാണ്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എന്തുവാന്ന് ചോദിച്ചാല്, ഞായറാഴ്ചകളിൽ പിതാവ് സഭായോഗം നടത്തുമ്പം ഞാൻ അവിടെ ഇരിക്കത്തില്ല. ഞാൻ പാഴ്സനേജില് എന്റെ മുറിയിലിരിക്കും. സഭായോഗത്തിന് കയറത്തില്ല. സഭായോഗം എന്നല്ല, ഒരു പ്രാർത്ഥനയ്ക്കും കയറത്തില്ല. ബാക്കി എല്ലാ മുറികളും ഞാൻ തൂക്കും. പക്ഷെ ഹോള് തൂക്കാൻ സമയം ആ ഒരു സ്ഥലത്തെത്തുമ്പം ഞാൻ ചൂലും കൊണ്ട് തിരിച്ചു പോകും. അങ്ങനെ പോലും ആലയത്തിനകത്ത് ഞാൻ കയറത്തില്ല. 12 മുതൽ 19 വയസ്സ് വരെ ആലയത്തിനകത്ത് ഞാൻ കയറിയിട്ടില്ല. അത്രയ്ക്കും എന്റെ ചിന്തകൾ ഒരു നിരീശ്വരവാദം, ദൈവം ഇല്ല, ദൈവം യേശുക്രിസ്തു എന്നല്ല, ദൈവമേ ഇല്ല എന്നൊരു കൺസെപ്റ്റിലേക്കാണ് എന്റെ ചിന്ത പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ എന്റെ പിതാവ് എന്നോട് പറഞ്ഞു, നീ ദൈവഭാഗത്ത് മടങ്ങി വരണം. കുഞ്ഞുനാളിൽ നീ അനുഭവിച്ച വിശ്വാസ ജീവിതത്തിൽ മടങ്ങി വന്നാൽ ദൈവം നിന്നെ സൗഖ്യമാക്കും. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു സൗഖ്യം എനിക്ക് വേണ്ട.
ഞാൻ തളർന്നു കിടന്നാലും അങ്ങനെ ഒരു സൗഖ്യം എനിക്ക് വേണ്ട, അങ്ങനെ ഒരു ദൈവം ഇല്ല, ഞാൻ വിശ്വസിക്കത്തില്ലെന്ന് പറഞ്ഞു. പെട്ടെന്ന് എന്റെ മാതാവിനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, മമ്മിയുടെ വീട് ട്രിവാൻഡ്രം ജില്ലയിലാണ്. അവിടെ മമ്മിയുടെ ഒരു റിലേറ്റീവ് ഭയങ്കര ഒരു വൈദ്യനാണ്. ഒടിഞ്ഞു തൂങ്ങിയ കൈയൊക്കെ 3 ദിവസം കൊണ്ട് പുള്ളി ശരിയാക്കി വിടും. ബിലീവറാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ട് കാണിക്കാൻ ദൈവം ഇങ്ങനെ സംസാരിച്ചു. വേഗത്തിൽ പറയട്ടെ. അങ്ങനെ അവിടെ എന്നെ കൊണ്ട് കാണിച്ചു. എന്നെ ടെസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹം 2 കാര്യം. ഒന്ന്, ഒരിക്കലും എന്നെ വിവാഹം കഴിപ്പിക്കരുത്, കുടുംബജീവിതം നയിക്കാൻ കഴിയത്തില്ല. 2, ഇത് ശരിയാകുമോ എന്നറിയത്തില്ല, എങ്കിലും ഞാൻ ട്രൈ ചെയ്യാം എന്ന് പറയാനിടയായി. അങ്ങനെ 28 ദിവസം എണ്ണത്തോണിക്കകത്ത് കിടത്തി തിരുമി. ആ സാഹചര്യത്തില് അന്നത്തെ ടെസ്റ്റില് യൂട്രസ് ഒക്കെ പൊസിഷൻ മാറിപ്പോയായിരുന്നു. തിരുമിയാണ് ആ സിസ്റ്റത്തിൽ, ആയുർവേദ സിസ്റ്റത്തിലാണ് അതൊക്കെ പിടിച്ചിട്ടത്. അങ്ങനെ ഏകദേശം 28 ദിവസത്തിന് ശേഷം ഒരു 60%, 60% റിക്കവറായി മടങ്ങി വന്നു. വീണ്ടും ക്ലാസ്സിനൊക്കെ പോകാൻ തുടങ്ങി. പക്ഷെ വീണ്ടും പെയിൻ സഹിക്കാൻ കഴിയുന്നില്ല, ക്ലാസ്സുകൾ കിട്ടുന്നില്ല. അപ്പം അങ്ങനെ ഇരുന്ന സമയത്ത് അന്നത്തെ എന്റെ സഭയിലെ വിശ്വാസികൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നീ സ്നാനപ്പെടുകയാണെങ്കിൽ നിനക്ക് ഈ രോഗം മാറും. അവരെന്നോട് പറയാ, സ്നാനപ്പെട്ടാൽ ഈ രോഗം മാറും. അപ്പം എന്റെ മനസ്സിൽ ഒത്തിരി ലക്ഷ്യങ്ങളുണ്ട്. ഒന്നുകിൽ എനിക്ക് പൊളിറ്റിക്സിൽ ലീഡ് ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് PhD എടുത്ത് ഡോക്ടറേറ്റ് എടുത്ത് ലെക്ചർ ആകണം, മോഡലിംഗ് ആവണം. അങ്ങനെയൊക്കെ വലിയ കൺസെപ്റ്റിൽ ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഈ സ്നാനപ്പെട്ടാൽ രോഗം മാറും എന്ന് എനിക്ക് കേട്ടപ്പോ എന്റെ മനസ്സിൽ എന്നാ ഒന്ന് സ്നാനപ്പെട്ടേക്കാം, കാരണം എന്റെ ലക്ഷ്യങ്ങൾ എനിക്ക് നേടണമല്ലോ. ഈ ഒരു ഇഷ്യൂ, ഫിസിക്കൽ കണ്ടീഷൻ, ഇതെല്ലാം തടസ്സം. അങ്ങനെ ആ വാക്ക് കേട്ടിട്ട് യാതൊരു മാനസാന്തരവും ഇല്ലാതെ സ്നാനപ്പെടുവാനിടയായി. അപ്പം അപ്പോഴും എന്റെ പിതാവ് എന്റെ മാതാവിനോട് പറഞ്ഞു, ഇത് യഥാർത്ഥ മാനസാന്തരം ഒന്നും അല്ല. ഞാൻ ഭയങ്കരമായിട്ട് ആക്ട് ചെയ്യുക, പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, കുടുംബ പ്രാർത്ഥനയിൽ ഇരിക്കുന്നു, കാരണം എനിക്ക് സ്നാനപ്പെടണം, എനിക്കിത് മാറണം. അപ്പം ഇത് കേൾക്കുന്നവരോട് പെട്ടെന്ന് ഇതിനിടയ്ക്കൂടെ ഞാൻ പറയുക, ഒരിക്കലും യഥാർത്ഥ മാനസാന്തരം സംഭവിക്കാതെ നമ്മുടെ തലമുറകളെ നമ്മൾ സ്നാനപ്പെടുത്തുക. യഥാർത്ഥ മാനസാന്തരം ഉണ്ടായി, കുറ്റബോധം ഉണ്ടായി, പാപം ചെയ്തു, അല്ലെങ്കിൽ പാപികളാണ്, യേശുക്രിസ്തു എന്ന ദൈവത്തെ കുറിച്ച് വലിയൊരു തിരിച്ചറിവ് വരാതെ ഒരിക്കലും നമ്മൾ സ്നാനപ്പെടുത്തുക. അപ്പം എല്ലാവരുടെ നിർബന്ധത്തിൽ എന്റെ ഈ ഒരു ആവശ്യം നടക്കാൻ ഞാൻ സ്നാനപ്പെട്ടു കഴിഞ്ഞ് എന്തുവാ, യഥാർത്ഥ മാനസാന്തരം അല്ലല്ലോ, രോഗത്തിന് ഒരു കുറവുമില്ല, എന്റെ ചിന്തകൾക്ക് ഒരു മാറ്റവുമില്ല. ആ നിരീശ്വരവാദിയായി തന്നെ ഞാൻ ഇങ്ങനെ തുടർന്ന് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് 10ാം ക്ലാസ് വിദ്യാഭ്യാസം കഴിഞ്ഞു, ജയിച്ചു. +2 വിദ്യാഭ്യാസം കഴിഞ്ഞു. അപ്പൊ ഞാൻ ഈ കാലയളവുകളിലൊക്കെ എന്റെ ഒരു സ്വഭാവം ഭയങ്കര ഒരു ഹൊറിബിൾ ക്യാരക്ടർ. ഞാൻ ആരെയും അനുസരിക്കത്തില്ല, എന്റെ പിതാവിനെ അനുസരിക്കത്തില്ല, മാതാവിനെ അനുസരിക്കത്തില്ല, ആരുടെയും വാക്കിന് കീഴ്പ്പെടത്തില്ല. ഭയങ്കര ദേഷ്യമാണ്. എനിക്ക് ഇഷ്ടമില്ലാത്തത് പറഞ്ഞാൽ പാത്രങ്ങൾ എറിഞ്ഞു പൊട്ടിക്കും, ഗ്ലാസുകൾ പൊട്ടിക്കും, TV എറിഞ്ഞു ഉടച്ചിട്ടുണ്ട്, ടീപ്പോ എടുത്ത് പൊട്ടിക്കുക, എന്റെ വസ്ത്രം ഞാൻ തന്നെ എടുത്ത് കത്തിക്കുക. അങ്ങനെയൊക്കെ വളരെ പൈശാചികവും ക്രൂരവുമായ ഒരു ക്യാരക്ടർ ആയിരുന്നു ഈ ഒരു കാലയളവുകളിൽ. പിശാച് അത്രത്തോളം എന്നെ യൂസ് ചെയ്യും. നിരീശ്വരവാദി എന്ന് പറയുമ്പോൾ തന്നെ പിശാചാണല്ലോ ഭരിക്കുന്നത്, പരിശുദ്ധാത്മാവല്ലല്ലോ. അങ്ങനെ ഒത്തിരി ഒരു വല്ലാത്ത ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സ്വഭാവം. പിന്നെ ഞാൻ എന്തൊക്കെയോ ആണെന്നൊരു ഭാവം, ഭയങ്കര നികളഭാവവും ഗർവവും ഉന്നത ഭാവവും ഒക്കെയായി എനിക്ക്. ഞാൻ എന്തോ ആണ്. പിന്നെ ഓവർ കോൺഫിഡൻസ്. ആ സമയങ്ങളിൽ എനിക്കെല്ലാം സാധിക്കും, എനിക്കെല്ലാം കഴിയും. ഞാന് കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടങ്ങളില് ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്ത സമയത്ത് സീനിയേഴ്സ് എന്നെ അനുസരിക്കും, അങ്ങനത്തെ സ്വഭാവം. എനിക്ക് ഗേൾ ഫ്രണ്ട്സിനെ എനിക്ക് ഇഷ്ടമല്ല, എല്ലാം എനിക്ക് ബോയ് ഫ്രണ്ട്സ് ആണ്. ഞാൻ കോളേജ് വരാന്തയിൽ കൂടെ ഒന്ന് നടന്നാൽ എന്റെ ഇടവും വലവും 10-15 ബോയ്സ് ആണ്, അവരാണ് എന്റെ ഫ്രണ്ട്സ്. ഞാൻ അടൂരാണ് കോളേജിൽ പഠിച്ചത്. എന്റെ ഏറ്റവും വലിയ ഫ്രണ്ട്സ് കോളേജ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന പ്രവർത്തകരാണ് എന്റെ ഫ്രണ്ട്സ്, ഗുണ്ടകളൊക്കെയാ എന്റെ ഫ്രണ്ട്സ്. അപ്പൊ മനസ്സിലായി കാണുമല്ലോ ആ ഒരു ക്യാരക്ടർ. കാരണം ഒന്നുകിൽ എനിക്ക് പൊളിറ്റിക്സിനകത്ത് ഇറങ്ങണം, ലീഡ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് മോഡലിംഗ് ആവണം. അങ്ങനെയൊക്കെ വലിയ ലക്ഷ്യവുമായിട്ട് ഇങ്ങനെ പഠിക്കുക, കോളേജിൽ ജോയിൻ ചെയ്തു. അങ്ങനെ പഠിച്ച് ഇങ്ങനെ പോകുന്ന സമയത്ത് ആരെയും അനുസരിക്കാതെ, ദൈവത്തെ ഭയമില്ലാതെ, ദൈവമില്ല എന്നുള്ളൊരു ചിന്തയിൽ ഇങ്ങനെ പോവുക. പക്ഷെ ആ സമയങ്ങളിൽ എന്റെ പിതാവും മാതാവും
ഏത് വയസ്സിൽ എന്റെ ചിന്ത ഡൈവേർട്ടായോ അന്നു മുതൽ അവർ ഉപവസിക്കാൻ തുടങ്ങി, കണ്ണുനീരൊഴുക്കാൻ തുടങ്ങി. അവര് പ്രാർത്ഥന നിർത്തിയില്ല, ഉപവാസം നിർത്തിയില്ല. പ്രത്യേകിച്ച് എന്റെ മമ്മി, എന്റെ മാതാവിന്റെ കണ്ണുനീരും നിലവിളിയുമാണ് ഇന്ന് ഇങ്ങനെയൊക്കെ ഒരു ഡ്രസ്സൊക്കെ ധരിച്ച് ഈ ഒരു സാക്ഷ്യം പറയാൻ എന്നെ ദൈവം ഇടയാക്കിയത്. എന്റെ പിതാവിന്റെയും മാതാവിന്റെയും കണ്ണുനീരും പ്രാർത്ഥനയും ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ സമയം ഒന്നുകിൽ നിങ്ങളൊക്കെ അറിയപ്പെടുന്ന ഏതെങ്കിലും പൊളിറ്റിക്കൽ ലീഡറോ അല്ലെങ്കിൽ അറിയപ്പെടുന്ന മോഡലോ ലോകപ്രകാരമുള്ള ഏതെങ്കിലും പാപസ്വഭാവത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായി ഇതേ സമയം ഞാൻ അറിയപ്പെടേണ്ടത്. എന്നാൽ ഇങ്ങനെ ഞാൻ ജീവിച്ച സമയത്ത് അവരെന്നെ വെറുത്തില്ല. എല്ലാവരും എന്നെ വെറുത്തു, ബന്ധുമിത്രാദികൾ വെറുത്തു, സഭാവിശ്വാസികൾ. അപ്പൊ നോക്കിക്കോണം, എന്റെ പിതാവ് ഒരു പാസ്റ്ററാണ്, ഒരു സഭയുടെ ശുശ്രൂഷകൻ. അപ്പം മകൾ ഇങ്ങനെ കാണിക്കുമ്പം ഒത്തിരി ചോദ്യങ്ങൾ അദ്ദേഹം ഫേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിമിത്തം ഒത്തിരി നിന്ദിക്കപ്പെട്ടിട്ടുണ്ട്. എന്റെ പിതാവുമാർ ഒരുപാട് നിന്ദിക്കപ്പെട്ടു, ഒത്തിരി പരിഹസിക്കപ്പെട്ടു. പല ചോദ്യങ്ങൾക്ക് മുൻപിലും തലകുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ എന്റെ പിതാവിനുണ്ടായിട്ടുണ്ട്. ഇപ്പം ജനിക്കപ്പെട്ട മകൾ നിമിത്തം ദൈവനാമം ഇത്രയും ദുഷിച്ചിട്ടും ഇത്രയും നിന്ന കേട്ടിട്ടും ഇത്രയും പരിഹാസം കേട്ടിട്ടും എന്നെ വെറുത്തില്ല. കാരണം അവര് എന്റെ മേലുള്ള വിളിയിൽ അവർ ഉറച്ചു നിന്നു. ഞാൻ ഉദരത്തിലായിരുന്ന സമയത്തെ ദൈവം അവരോട് സംസാരിച്ചതാണ്. എന്റെ പിതാവ് സഭാ ശുശ്രൂഷയോടൊപ്പം കൃപാവര ശുശ്രൂഷകളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്, പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന വ്യക്തി. അപ്പൊ അന്നേ ദൈവം സംസാരിച്ചിരുന്നു, ദൈവത്തിന്റെ വേലയ്ക്കുള്ളതാണ്. അവര് അതിൽ തന്നെ ഉറച്ചു വിശ്വസിച്ചു നിന്നു. ഈ സ്വഭാവങ്ങളൊക്കെ മാറിയപ്പോഴും, ഡൈവേർട്ട് ആയപ്പോഴും, നിന്ന കേട്ടപ്പോഴും, പരിഹാസം കേട്ടപ്പോഴും, പല ക്വസ്റ്റ്യൻസ് അവര് ഫേസ് ചെയ്തപ്പോഴൊക്കെയും അതറിയില്ല. അവിടെയാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. ദൈവം അവരെ ബലപ്പെടുത്തി ആ സാഹചര്യങ്ങളിൽ കരയുവാനും പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും ഒക്കെ. അങ്ങനെ ആ പ്രാർത്ഥനയുടെ ഫലമായി 19-ാമത്തെ വയസ്സിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് 3 വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സ് പഠിക്കും. അതിന്റെ 2-ാമത്തെ വർഷം ലാസ്റ്റ് സെമസ്റ്ററിൽ സർവശക്തനായ ദൈവം എന്നെ പിടിക്കുക. ആ പിടി എന്ന് പറയുന്നത് ഒരു 1.5 പിടിയായിരുന്നു. സ്തോത്രം. അപ്പം ഇതിനിടയില് ഈ 17 വയസ്സുള്ള സമയത്താണെന്ന് തോന്നുന്നു, സഭയില് 21 ഡേയ്സ് ഫാസ്റ്റിംഗ് പ്രയർ നടക്കുക. എല്ലാ ദിവസവും ഗസ്റ്റ് പാസ്റ്റേഴ്സ് ഉണ്ട്, അനുഗ്രഹിക്കപ്പെട്ട അഭിഷിക്തന്മാരുണ്ട്. എനിക്ക് ഐ തിങ്ക് ഒരു 14-ഓ 15-ാമത്തെ ദിവസം ആണെന്ന് തോന്നുന്നു. ഞാനിങ്ങനെ ക്ലാസ് കഴിഞ്ഞ് വൈകിട്ട് ബാഗുമായിട്ട് പാഴ്സനേജിൽ വന്നു. ഏകദേശം 4:30 മണിയായെന്ന് തോന്നുന്നു, ഓർക്കുന്നു. അന്ന് വന്ന ദൈവദാസൻ ഭക്ഷണം കഴിക്കുക. അപ്പോഴാണ് സമയം കിട്ടിയത്, ശുശ്രൂഷയൊക്കെ കഴിഞ്ഞിട്ട്. ഞാൻ പാസ്റ്റർമാരുടെ മുഖത്തൊന്നും നോക്കത്തില്ല, ഞാൻ മിണ്ടത്തില്ല. ഞാൻ എന്റെ ബാഗുമായിട്ട് നേരെ മേളിലോട്ട് മുറിയിലോട്ട് അങ്ങ്. അപ്പൊ പെട്ടെന്ന് പാസ്റ്റർ ചോദിച്ചു, എന്റെ പിതാവിനോട് ചോദിച്ചു, ആരാ? അപ്പം പിതാവ് പറഞ്ഞു, മകളാന്ന്. അത് പതുക്കെയാ പപ്പ പറയുന്നേ, മകളാ, ഇങ്ങനെ അടഞ്ഞ സ്വരത്തില്, ഭയപ്പെട്ട്. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, ഒന്ന് വിളിക്കാമോ, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന്. അപ്പൊ എന്റെ പിതാവ് പറഞ്ഞു, അയ്യോ വിളിക്കാൻ പറ്റത്തില്ലെന്ന്. ഒന്നും പറയാൻ പറ്റത്തില്ല പാസ്റ്റർ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ മതി, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാവുന്നു. ഭയപ്പെട്ടിട്ട്, അത്ര ഭയമായി എന്നെ, കാരണം അതാ സ്വഭാവം. അന്നേരം ഇദ്ദേഹം, അപ്പൊ ഈ വന്ന വ്യക്തി ആത്മാവിൽ ധൈര്യമുള്ള, പേടിയൊന്നും ഇല്ലാത്ത ഒരു പാസ്റ്റർ. അദ്ദേഹം പറഞ്ഞു, ഇല്ല വിളിക്കാൻ പറഞ്ഞു. അപ്പം പപ്പ വന്നിട്ട് പറഞ്ഞു, ചായ കുടിക്കാൻ വരാൻ പറഞ്ഞു. കാരണം പാസ്റ്റർ വിളിക്കുന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഡോറ് തുറന്ന് വരുത്തി. അപ്പൊ ചായ കുടിക്കാനാന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി. ഇങ്ങോട്ട് വന്നപ്പം പെട്ടെന്ന് പാസ്റ്റർ എന്നോട് പ്രൈസ് ലോർഡ് എന്ന് പറഞ്ഞു. അപ്പൊ എന്നിലെ പിശാച്, ഞാനിങ്ങനെ ദേഷ്യപ്പെട്ട് ഈ പാസ്റ്റർ ഇങ്ങനെ നോക്കി, ഇങ്ങനെ സൈലന്റ് ആയിട്ട് നിൽക്കി. പെട്ടെന്ന് ഇദ്ദേഹം ഒരു പ്രൊഫസി എന്നോട് പറഞ്ഞു, 19-ാമത്തെ വയസ്സിൽ നീ ഈ പുസ്തകം എടുക്കും. പെട്ടെന്ന് ഞാൻ അലറി ഹൈ വോളിയത്തിൽ പറഞ്ഞു, എന്റെ കഴുത്തിന് ജീവൻ ഉണ്ടെങ്കിൽ ഈ പുസ്തകം ഞാൻ എടുക്കത്തില്ല പാസ്റ്റർ എന്ന് പറഞ്ഞു. അതിന് 2ാമത് ഞാൻ ജനിക്കണമെന്ന്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ജീവൻ ഉണ്ടെങ്കിലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം, എന്തുവായാലും കൊള്ളാം, 19 എന്നൊരു വയസ്സിൽ ഈ പുസ്തകം നീ എടുത്തിരിക്കും എന്നോട് സംസാരിച്ചു. ഞാൻ ദേഷ്യപ്പെട്ട് ബെഡ്റൂമിൽ ചെന്ന് ഡോറ് അടിച്ചു പൊട്ടിച്ചു. അവിടെ ഒരു വെയിറ്റേജിന്റെ ഒരു സാധനമുണ്ട്, അതെടുത്ത് ഡോറ് പൊട്ടിച്ചു. ഡോറിന്റെ ലോക്കൊക്കെ പൊട്ടി. അപ്പുറത്തെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എന്റെ കൂടെ പഠിക്കുന്ന ക്ലാസ്മേറ്റ്, അവിടെ വീട്ടിൽ പോയിരുന്നു. ഇദ്ദേഹം രാത്രി മീറ്റിംഗും കഴിഞ്ഞ് ഏകദേശം 12:30 ആയ സമയത്താണ് ഞാൻ തിരിച്ച് പാഴ്സനേജിൽ വന്നത്. എന്നാൽ ശുശ്രൂഷയിൽ ഇറങ്ങി
ആദ്യം ഞാൻ പോയി ശുശ്രൂഷിക്കുന്നത് ഈ ദൂത് പറഞ്ഞ പാസ്റ്ററുടെ സഭയിൽ. അദ്ദേഹം അന്ന് അവിടെ ടെസ്റ്റിമണി പറഞ്ഞു, ഇങ്ങനെ പ്രതികരിച്ച ആളാ ഇന്ന് ഇവിടെ ശുശ്രൂഷയ്ക്ക് വന്നിരിക്കുന്നതെന്ന് പറയാൻ ഇടയായി. അപ്പോൾ അങ്ങനെ ഈ ഒരു ദൂതൊക്കെ ഇതിന്റെ പിറകിലുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത്, ഈ 19 വയസ്സാകുന്ന സമയത്ത് ദൂതിന്റെ നിവൃത്തീകരണം സംഭവിക്കും. ഞാനിത് കേൾക്കുന്നവരോട് ഒരു കാര്യം പറയാം. ദൈവം തന്ന തലമുറയെ പിശാച് എത്ര ഒതുക്കാൻ ശ്രമിച്ചാലും, എത്ര ട്രാക്ക് മാറ്റാൻ നോക്കിയാലും, വാഗ്ദത്തം ആ കറക്റ്റ് സമയത്ത് നിവർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും. അതിനകത്ത് ഒരു മാറ്റവും ഉണ്ടാകത്തില്ല. ദൈവം പറഞ്ഞതാണോ ദൈവം ചെയ്യും. മനുഷ്യന്റെ വാക്ക് മാറും, പക്ഷെ സർവശക്തൻ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ചെയ്യുന്ന ദൈവമാണ്. അപ്പൊ 19 വയസ്സായി. അപ്പം വാഗ്ദത്തം നടക്കാനുള്ള സമയമാകുക, പിടിക്കാനുള്ള ടൈമായി. അങ്ങനെ അപ്പം നല്ലതായിട്ട് വിദ്യാഭ്യാസം ചെയ്യും ഞാൻ. ആദ്യത്തെ 2 വർഷം കോളേജ് റാങ്ക് ആയിരുന്നു. പക്ഷെ 3rd ഇയറിൽ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ ദൈവം എന്നെ അനുവദിച്ചില്ല. എന്റെ വിദ്യാഭ്യാസത്തെ ദൈവം 0 ആക്കി. എന്റെ നികളത്തെ ദൈവം ഒടിച്ചു, കൊമ്പിനെ ഒടിച്ചു. ഞാൻ അതിലേക്കാ പറഞ്ഞു വരുന്നത്. അങ്ങനെ 2nd ഇയറിലെ കോളേജ് റാങ്കിന്റെ അഭിനന്ദനമൊക്കെ മേടിച്ച് വളരെ സന്തോഷവതിയായി. അപ്പൊ ആ സമയത്ത് എനിക്കൊരു പ്ലാൻ ഉണ്ട്. 3rd ഇയറിൽ സ്റ്റാർട്ട് ചെയ്യുമ്പം അടൂര് ഈ പാർട്ടിയിൽ എനിക്ക് മെമ്പർഷിപ്പ് എടുക്കുന്നു. അപ്പൊ ഞാൻ അതിന്റെ ആളിനെ വിളിച്ച് സംസാരിച്ചു. എനിക്ക് മെമ്പർഷിപ്പ് വേണം, ഞാൻ പ്രവർത്തിപ്പാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് ആരോടും ഈ പ്ലാൻ പറയാതെ, അവർക്കും എനിക്ക് മാത്രമേ അറിയൂ. എന്റെ മനസ്സിൽ ഞാൻ എല്ലാം പ്ലാൻ ചെയ്തു, പൊളിറ്റിക്സിൽ ഇറങ്ങാനായിട്ടെല്ലാം പ്ലാൻ ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത്, വെക്കേഷൻ സമയത്ത് ട്രിവാൻഡ്രത്ത് മമ്മിയുടെ വീട്ടില് 10 ദിവസത്തേക്ക് ഞങ്ങൾ പോയി. അവിടെ ചെന്നപ്പം അവിടെ ഒരു ചർച്ചില് 21 ഡേയ്സ് ഫാസ്റ്റിംഗ് പ്രയർ നടക്കും. 21 ഡേയ്സ് 15ാമത്തെ ദിവസം ആന്ന് തോന്നുന്നു. അന്നത്തെ ദിവസം അവിടുത്തെ പാസ്റ്റർക്ക് ഒരു വെഡിങ് സെറമണി നടത്താൻ പോകും. അപ്പൊ എന്റെ പിതാവിനോട് പറഞ്ഞു, ഇന്ന് പാസ്റ്റർ ലീഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം കസിൻസ് ഉണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, ബ്രദേഴ്സ് ഉണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്. ഞങ്ങളൊരു പിള്ളേരുടെ ഒരു വലിയ സംഘം അവിടെ ഉണ്ട്, വെക്കേഷൻ ആയതുകൊണ്ട്. അപ്പം അവരോട് പപ്പ പറഞ്ഞു, എല്ലാവരും പ്രയറിന് കണ്ടേക്കണോന്ന് പറഞ്ഞു. കളിയൊക്കെ വന്നിട്ട് മതിയെന്നു. അപ്പൊ എന്നോട് പറയാൻ പറ്റത്തില്ല, എന്നോട് അതുകൊണ്ട് പറഞ്ഞു. അപ്പൊ ഈ ഫ്രണ്ട്സ് എല്ലാവരും പെട്ടെന്ന് വന്നിങ്ങനെ എന്റെ കയ്യിലൊക്കെ പിടിച്ചിട്ട്, അപ്പൊ ഞാൻ അവരുടെ ലീഡ്, എന്റെ കയ്യെ വന്ന് പിടിച്ചിട്ട് പറഞ്ഞു, നമുക്ക് പ്രയറിന് പോകാവുന്നു. അപ്പൊ ഞാന് എന്നോട് പറയുക, നിങ്ങൾക്കറിയത്തില്ലേ എന്നെ? നിങ്ങൾ എന്ത് ധൈര്യത്തിലാ എന്നെ പ്രാർത്ഥനയ്ക്ക് വിളിക്കുന്നത്? നിങ്ങൾക്കറിയത്തില്ലേ എന്റെ വിശ്വാസം? ഞാൻ വരത്തില്ല. നിങ്ങൾ എന്നെ കളിയാക്കുവാണോ? നിങ്ങൾ പോയിട്ട് വരാം. അപ്പം ദൈവത്തിന്റെ സമയം ആയാല് നമ്മുടെ ഹൃദയത്തിന്റെ കൺട്രോള് ദൈവം ഏറ്റെടുക്കും. അതായത് ഇപ്പം അതുവരെയുള്ള എന്റെ ചിന്ത എല്ലാം ഞാനാ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ എന്ന ഒരു വ്യക്തിത്വം, ഒരു പേഴ്സണാലിറ്റി എന്റെ കൺട്രോളിലാണെന്നാണ് എന്റെ വിശ്വാസം. പിന്നീട് എനിക്ക് മനസ്സിലായി, മനുഷ്യന്റെ കൺട്രോൾ മനുഷ്യന്റെ കയ്യിലല്ല, അത് ദൈവത്തിന്റെ കയ്യിൽ. പിശാചിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പിശാചിന്റെ കയ്യിലാകും. ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴും അതിന്റെ അതോറിറ്റി കർത്താവിന്റെ കയ്യിൽ തന്നെയാണ്. അപ്പൊ ആ നിമിഷം വരെ, അത്രയും വർഷം ഒരു റെബല്യസ് ആയിട്ടിരുന്ന മൈൻഡ് വിത്തിൻ സെക്കൻഡ്സ് അനുനയപ്പെടുകയും. അപ്പൊ ആ നിമിഷം തൊട്ട് അങ്ങോട്ട് കുറെ മണിക്കൂർ എന്തുവാ സംഭവിക്കുന്നതെന്ന് എനിക്കും അറിയത്തില്ല. ഇനിയാണ് ആ ഒരു മിറക്കിൾ ടെസ്റ്റിമണി ഞാൻ പറയാൻ പോകുന്നത്. അവരെന്നെ നിർബന്ധിക്കുക. അപ്പൊ എന്റെ മനസ്സില് പോണോന്നും പോകണ്ടെന്നുമില്ല, ഒരു ഫ്രീസ് ആയിട്ട് നിൽക്കുക, മരവിൽ പോവുക. ഞാനങ്ങ് ഒരുങ്ങുക ചർച്ചിൽ പോവാന്. എന്തിനാ ഒരുങ്ങുന്നതെന്ന് എനിക്കറിയത്തില്ല, ഞാൻ പോകത്തില്ല. പക്ഷെ എന്റെ മൈൻഡിൽ ഞാൻ പറയുന്നുണ്ട് ഞാൻ പോകത്തില്ല. പക്ഷെ ഓട്ടോമാറ്റിക്കലി ഞാൻ ഡ്രസ് ചെയ്ത് ഇവരുടെ കൂടെ ഞാൻ പോയി. ഞാൻ ഇട്ടത് ജീൻസിന്റെ പാന്റും ഒരു ടോപ്പും, ഷോളൊന്നും എടുത്തിട്ടില്ല. കാരണം ഞാൻ പ്രാർത്ഥനയ്ക്ക് പോവല്ല. ആക്ച്വലി പകുതി എനിക്ക് സുബോധമുണ്ട്, പക്ഷെ പകുതി എന്റെ കൺട്രോളിലല്ല. ഒരു ഫോണും ഒരു ഹെഡ്സെറ്റും ഉണ്ട് എൻ്റെ കയ്യിൽ. ചർച്ചിൽ ചെന്നു, ഏറ്റവും പുറകിലത്തെ ഒരു ചെയറിൽ അകത്ത് കയറി ഹെഡ്സെറ്റ് കുത്തിയിട്ട് നല്ലൊരു സിനിമാ പാട്ട് ഓൺ ചെയ്ത് ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുക. ചർച്ചിനകത്താ. ഇവരെല്ലാം ഫ്രണ്ടിൽ പോയി ഇരുന്നു. പ്രയർ സ്റ്റാർട്ടായി അല്പം കഴിഞ്ഞപ്പോ പിതാവ് കണ്ണു തുറന്ന് നോക്കിയപ്പോ ഞാൻ പുറകിലിരിക്കും. ഞെട്ടിപ്പോയി, അന്തം വിട്ടുപോയി. മമ്മിയെ വിശ്വാസികളെല്ലാം വിളിച്ചു കാണിച്ചു. മമ്മിയെ പുറകോട്ട് നോക്കി. അയ്യോ, കാരണം അങ്ങനെയാണ് ഞാൻ, അതുകൊണ്ടാണ് അവർ അത്ഭുതപ്പെടുന്നത്. വിശ്വാസികളൊക്കെ ഞെട്ടിത്തിരിച്ചു നോക്കൂ. അതിനു മുമ്പ് വെക്കേഷനിൽ ചെന്നാൽ ഞാൻ അവിടെ പോകത്തില്ല. ഞാൻ ഏറ്റവും പുറകിൽ, അമ്മച്ചിമാരുടെ കൂട്ടത്തില്
ഹെഡ്സെറ്റും വെച്ച് പാട്ടും കേട്ട് കുനിഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. ഞാൻ ആരെയും നോക്കുന്നു, ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് നോക്കും, പിന്നെയും കുനിഞ്ഞിരിക്കും. നല്ല അടിപൊളി സിനിമാ പാട്ട് കേട്ട് ആസ്വദിച്ച് അവിടെ ഇരിക്കുക. അപ്പം പ്രെയർ സ്റ്റാർട്ടായി, വർഷിപ്പ് കഴിഞ്ഞു. വർഷിപ്പ് കഴിഞ്ഞ സമയത്ത് ഈ മീറ്റിങ്ങിന്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാൻ പറയുന്ന ഒരു സമയമുണ്ട്. ആ ഒരു സമയത്ത് എന്റെ പിതാവ് എന്റെ അടുത്തോട്ട് പോകും. ഞാൻ ഈ പറയുന്നൊരു അനുഭവം, അപ്പോസ്തലനായ പൗലോസിനെ ദൈവം നേരിട്ടാണ് പിടിച്ചത്. ഓരോരുത്തരെ, ചിലരെ ദൈവം പ്രവാചകന്മാരെ അയക്കും, അല്ലെങ്കിൽ രോഗം കൊടുക്കും, അല്ലെങ്കിൽ പല അനുഭവങ്ങളിലൂടെ ദൈവത്തെ കാണുന്നു. എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, എന്റെ അടുത്ത് പ്രവാചകന്മാരെ ഒന്നും വിട്ടാൽ ഇത് ഒടിയത്തില്ലെന്ന് കർത്താവിന് അറിയും. അപ്പൊ അങ്ങനെ പിടിച്ചാലേ ഇത് ഒടിയൂ, അല്ലാതെ വേറെ വഴി. ആ ഒരു എക്സ്പീരിയൻസിലോട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ പിതാവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ചെവി വന്നിട്ട് പറഞ്ഞു, ഇന്ന് 10 മിനിറ്റ് നീ വചനം പ്രസംഗിക്കണം. നിരീശ്വരവാദിയാ. സ്തോത്രം. ഞാൻ കുനിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് പിതാവ് പോഡിയത്തിന്റെ അടുത്തെത്തി. എന്റെ പിതാവ് ഇന്നും ജീവനോടുണ്ട്. അദ്ദേഹം പറയുന്നത് അത് ഞാനല്ല വന്ന് പറഞ്ഞത്. ഇന്നും അദ്ദേഹം പറയും ആ അനുഭവം ഞാനല്ല, അത് ഒരു ശക്തി എന്നെ ഫോഴ്സ് ചെയ്ത്. കാരണം അദ്ദേഹത്തിന് മാനുഷികമായിട്ട് പ്രിയമുള്ളവരെ എന്റെ അടുത്ത് വന്ന് പറയാൻ ഭയമാ. ഞാൻ എന്തും ചെയ്യും അത് അങ്ങനെ പറഞ്ഞാൽ. അതാണ് എന്റെ ക്യാരക്ടർ. അപ്പൊ അദ്ദേഹം മാനുഷികമായിട്ട് വന്ന് പറയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവാ വന്ന് പറഞ്ഞത്. ആ രൂപത്തിൽ അദ്ദേഹത്തെ യൂസ് ചെയ്ത് ഞാനിങ്ങനെ അങ്ങോട്ട് നോക്കുകയും പിതാവ് പറഞ്ഞു അവിടെ ചെന്നു. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ പറയുക, ആ മിക്കവാറും ഞാൻ ഈ 2 കയ്യ് നമ്മുടെ ചെയറിന്റെ കയ്യിലോട്ട് ഇങ്ങനെ പിടിച്ചു. പകുതി വരെ എഴുന്നേക്കും, പക്ഷെ എനിക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റത്തില്ല. പകുതി വരെ എഴുന്നേറ്റിട്ട് എന്റെ മനസ്സിൽ പറയും, ഞാൻ വീട്ടിൽ പോവാ, തൊട്ടടുത്ത് തന്നെയാ വീട്, ഞാൻ വീട്ടിൽ പോകും, ഇവിടെ ഞാൻ ഇരിക്കത്തില്ല. പക്ഷെ പകുതി എഴുന്നേൽക്കാൻ കഴിയത്തുള്ളൂ. ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു 5-6 പുരുഷന്മാര് ഒരു ശക്തിയോടെ നമ്മളെ പിടിച്ചിരുത്തിയാൽ എങ്ങനെ? അത്ര ഒരു വെയിറ്റേജ് ഈ 2 തോളിലും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യുക, ഞാൻ അനുഭവിക്കുക. എനിക്ക് അതുവരെ എന്റെ ശക്തിയിൽ നടന്ന എനിക്ക് എഴുന്നേക്കാൻ പറ്റും. എനിക്ക് വല്ലാത്ത ആൻസൈറ്റി ഉണ്ടായി, വല്ലാത്ത ഉത്കണ്ഠയും ടെൻഷനും വെപ്രാളവും. എനിക്ക് എന്തുവാ സംഭവിക്കുന്നേ, ഇതെന്തുവാ സംഭവിക്കുന്നേ? അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ തന്നെ പറയോ, ഇല്ല ഇവിടെ ഇരിക്കാൻ പാടില്ല, എഴുന്നേക്കണം, നിന്നെ കൊണ്ട് പറ്റും, നീ എഴുന്നേക്ക്, നീ വീട്ടിൽ പോ. ഞാൻ എന്നോട് പറയേ, എവിടെ നടക്കാനാ? ദൈവം തൊടാൻ വെച്ചിരിക്കുക, ദൈവം തൊടാൻ പോകുന്ന സെക്കൻഡുകൾ നടക്കാൻ പോവുക. എന്റെ കൺട്രോൾ എന്തെങ്കിലും നടക്കുവോ? ഒരിക്കലും നടക്കത്തില്ല. ഞാൻ എഴുന്നേക്കും, ഞാൻ ഇരിക്കും. 3-4 പ്രാവശ്യം. അപ്പോഴത്തേക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. എന്റെ പിതാവ് എഴുന്നേറ്റ് നിന്നിട്ട് പറയുക, തുടർന്നുള്ള 10 മിനിറ്റ് എന്റെ മകള് വചന ശുശ്രൂഷിക്കും. ആൾക്കാർ മൊത്തം ഇടിവെട്ടേറ്റ പോലെ എന്നെ നോക്കും. ആ സഭയും ദൈവമക്കളും ഇന്നും ജീവനോടുണ്ട്, അവിടെ തന്നെയുണ്ട് അവരെല്ലാം. ശുശ്രൂഷയ്ക്ക് ഇറങ്ങി അവിടെ ഞാൻ ശുശ്രൂഷിക്കുകയും ചെയ്തു പല പ്രാവശ്യം. എല്ലാവരും എന്നെ നോക്കൂ, ഇതെന്തോ ഈ പറയുന്നേ? ചാർലി പാസ്റ്റർക്ക് മാനസിക നില തെറ്റിയതാണോ? ഇനി എനിക്ക് വട്ടായി ഞാൻ അവിടെ വന്നിരിക്കുവാണോ? ആർക്കും ഒന്നും ആക്ച്വലി എനിക്ക് പോലും ഒന്നും മനസ്സിലാകുന്നു. ഇത് പറയുകയും ഞാൻ ചാടി എഴുന്നേറ്റു. അത്ര നേരം എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നു. എഴുന്നേറ്റിട്ട് അപ്പൊ ഞാൻ ഇരിക്കുന്നതിന്റെ സൈഡിലെ ഡോറ്, ഞാൻ വേഗത്തിൽ പറയും, എഴുന്നേറ്റ് നിന്ന് അങ്ങോട്ട് തിരിയാൻ തുടങ്ങുകയും ഒരു ശക്തി എന്നെ നേരെ തിരിച്ചു നിർത്തും. എന്നിട്ട് പുറകിന്ന് എനിക്ക് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, അത് ഒരിക്കലും നമുക്ക് മറക്കാനൊക്കത്തില്ലല്ലോ. ഒരു കൈപ്പത്തി എന്റെ പുറത്ത് വന്ന് ഇങ്ങനെ പിടിച്ചിട്ട് എന്നെ ഇങ്ങനെ തെള്ളുക, പോഡിയത്തിലോട്ട് എന്നെ ഇങ്ങനെ നടത്തുക. സ്റ്റേജിന്റെ അവിടോട്ട് ഈ ശക്തി എന്നെ ഇങ്ങനെ ഭയങ്കര ബലം. എനിക്ക് അങ്ങോട്ട് അനങ്ങാൻ പറ്റുന്നില്ല, ഇങ്ങോട്ട് ഒന്നും പറ്റുന്നില്ല. എന്നെ അങ്ങോട്ട് നടത്തുക. എനിക്കറിയത്തില്ല എന്തോ അവിടെ സംഭവിക്കുന്നത്. നടന്നവിടെ ചെന്നു. ഞാനില്ലേ, നമ്മളില്ലേ ഈ ചിലര് സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ട് പെട്ടെന്ന് ഒരു വേറെ അവസ്ഥയിലേക്ക് ആവുന്ന പോലെ ഞാനിങ്ങനെ അന്താളിച്ച് എന്തോ സംഭവിക്കുന്നതെന്ന് അറിയാതെ എന്റെ ഈ മൈക്ക് തന്നു. ഞാനിങ്ങനെ മൈക്ക് മേടിച്ചു. ഒരു കൊച്ചു കൊണ്ടുവന്നിട്ട് ഒരു ചെറിയൊരു സ്ക്രാപ്പ് കൊച്ചിന്റെ തലയിൽ ഇടുന്നത്, എന്റെ തല കൊള്ളത്തു പോലുമില്ല, ഇങ്ങനെ തന്നു. ഞാൻ അതിങ്ങനെ മേടിച്ച് ഇങ്ങനെയൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ കെട്ടി മൈക്ക് പിടിച്ചിങ്ങനെ നിക്കുക. 2 മിനിറ്റ് ഇങ്ങനെ നിക്കുക അനങ്ങാതെ. എന്തോ പറയാനാ, എനിക്കറിയത്തില്ല എന്തോ നടക്കുന്നതെന്ന്.
പരിശുദ്ധാത്മാവ് എന്റെ വാ പെട്ടെന്ന് ഓപ്പൺ ചെയ്യുക. ഞാൻ ഇങ്ങനെ പറഞ്ഞു, എല്ലാവർക്കും സ്നേഹവന്ദനം, ഒറ്റ വേട്. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറയുക, അപ്പൊ ഈ സ്നേഹവന്ദനം പറയുമ്പോ എന്റെ മനസ്സിൽ ഞാൻ എന്നോട് പറയുക, അടുത്തെന്തോ പറയണ്ടേ. അപ്പം എന്നോട് പറയുക, പറ 32-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിക്കാൻ പറഞ്ഞു. പെട്ടെന്ന് ഒരു അമ്മച്ചി വായിച്ചു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ വായിക്കും. ഈ വാക്യം വായിക്കുമ്പോ ഞാൻ എന്നോട് പറയുക, എന്തോ പറയാനാ ഇനി ഇതിനകത്ത് എന്തോ പറയണ്ടേ, എനിക്കറിയത്തില്ല എന്തോ സംഭവിക്കുന്നതെന്ന്. 10 മിനിറ്റാ തന്നെ. എന്റെ മാതാവ് നെഞ്ചത്ത് 2 കൈ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ടുണ്ട്. മുറുക്കെ പിടിച്ചിട്ട് കുനിഞ്ഞിരുന്ന് വാവിട്ട് കരയുക. കാരണം അവർക്കും അറിയുന്നില്ല എന്തോ സംഭവിക്കുന്നേ. കാരണം അത്രയും വർഷം, ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ എന്നെ കൊണ്ട് അവർ അനുഭവിച്ച വ്യതകളും വേദനകളും പ്രതിസന്ധികളും അനുഭവിച്ച ആ പെറ്റതള്ളയ്ക്ക് അത് അറിയത്തുള്ളൂ. അപ്പം ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു മിറക്കിൾസ് നടന്നുകൊണ്ടിരിക്കുന്ന മൊമെന്റ്സില് പുള്ളിക്കാരിക്ക് എന്തുവാ, അത് എങ്ങനെ ആത്മാവിൽ പ്രതികരിക്കണം എന്നറിയാതെ ഞാൻ ഇന്നും ആ രൂപം ഞാൻ മറക്കത്തില്ല. 2 കൈ നെഞ്ചത്ത് ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് കരഞ്ഞോണ്ടിരിക്കുക. പിതാവ് മുട്ടയിലിരിപ്പുണ്ട്, സ്വോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ വാക്യം വായിച്ചു കഴിഞ്ഞ് ഏകദേശം ഒരു 3 മിനിറ്റോളം അങ്ങനെ നിന്നു. അത്ഭുതമാ പറയുന്നു. 10 മിനിറ്റ് ആ സമയം തന്നെ 45-50 മിനിറ്റ് ഈ ഒറ്റ വചനത്തിൽ നിന്ന് വചനം പ്രസംഗിച്ചു. വചനം പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് ഇനി എനിക്ക് മാനസാന്തരം നടക്കാൻ പോകുന്നു. ആക്ച്വലി എന്റെ മാനസാന്തരം നടക്കാൻ പോകുന്നതേ ഉള്ളൂ. സ്തോത്രം. വചനം പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും. പറയൂ, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും. ഞാൻ നോക്കിയപ്പോ എല്ലാവരും എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് ഞാൻ ചെയ്തത് എന്താ, അപ്പൊ മൈക്ക് ഇങ്ങനെ ഉണ്ട്. ഞാൻ ഈ മൈക്ക് വെച്ചിട്ട് കൈ ഇങ്ങനെ കെട്ടി വെച്ചു. കൈ കെട്ടി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ എല്ലാരെയും നോക്കുക. എനിക്കറിയത്തില്ല അത്ര എന്തു നടക്കുന്നത്, എനിക്കറിയത്തില്ല. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഞാനിങ്ങനെ മിണ്ടാതെ കൈ കെട്ടി എല്ലാവരെയും നോക്കുക. പെട്ടെന്ന് എല്ലാവരും, അവിടെ നിന്നവരെല്ലാം, കൊച്ചു കുഞ്ഞുങ്ങളടക്കം കണ്ണുകൾ അടച്ചു. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രിപ്പാൻ കഴിയാത്ത ഒരു അനോയിന്റിങ് അവിടെ. ഞാൻ നോക്കിയപ്പോ കുറേ പേര് ഭയങ്കരമായിട്ട് ആരാധിക്കുന്നു. കുറച്ചു പേര് താഴെ വീഴുന്നു. കുറച്ചു പേര് താഴെ വീണ് ഇളകി ഇങ്ങനെ വീണ് കിടന്നിട്ട് എന്തൊക്കെയോ ഞാൻ പോവാണെന്ന് പറയുന്നു, എന്തൊക്കെയോ സംസാരിക്കുന്നു. വേറെ കൊച്ചു പിള്ളേരൊക്കെ ഇങ്ങനെ അന്യഭാഷ, അത് അന്യഭാഷയാണെന്ന് എനിക്കറിയത്തില്ല, അന്യഭാഷയൊക്കെ പറയുമോ ഇവര്. ഞാനിങ്ങനെ കൈ കെട്ടി നിന്നെല്ലാം നോക്കുക. എനിക്കറിയത്തില്ല എന്തോ സംഭവിക്കുന്നത്. ഭയങ്കര തീപ്പൊരി ആരാധന, ഭയങ്കര ആരാധന. എന്റെ പിതാവ് അതിന്റെ സൈഡിൽ ഒരു ഭിത്തിയിൽ ചാരി നിന്നിട്ട് കണ്ണ് നിറഞ്ഞൊഴുകി സൈലന്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അതേ കൈയൊന്നും അടിക്കുന്നില്ല, കൈ പുറയിൽ ഇങ്ങനെ കെട്ടിയേച്ച് ഭിത്തിയെ ചാരി നിന്ന് ഇങ്ങനെ നിൽക്കുക. കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്. മാതാവ് ആലോറി കരഞ്ഞ് അന്യഭാഷ പറഞ്ഞ് ആരാധിക്കും. ബാക്കി എല്ലാവരും ഭയങ്കര ആരാധന. ഞാനിങ്ങനെ കണ്ണ് തുറന്ന് നിന്ന സമയത്ത് ആ ആരാധന ഈ നടക്കുന്ന അതേ മൊമെന്റ്സ് ആ ചർച്ച് ഹോളിന്റെ സെൻട്രൽ ഭാഗത്തായിട്ട് ഡോറിന്റെ ആ ഒരു ഭാഗത്തായിട്ട് മുകളിൽ നിന്ന് ഒരു തീഗോളം. നമ്മള് ആത്മാവിൽ ദൈവശക്തി കാണുന്നവരുണ്ട്, ദൈവത്തെ കാണുന്നവരുണ്ട്. ഈ കണ്ണുകൊണ്ട് ഞാൻ ദൈവത്തെ കണ്ടു എന്നല്ല പറയുന്നത്, പക്ഷെ ആ ഒരു പ്രസൻസ് എന്റെ അക്ഷരീക കണ്ണുകൾ കൊണ്ട്. നമ്മള് ഇടിമിന്നലൊക്കെ കേൾക്കുമ്പോ ഇടിമിന്നൽ കാണുമല്ലോ, ആ ഒരു സെയിം, അതിനേക്കാൾ ഒരു ചുമന്ന ഒരു തീ ഗോളം പോലത്തെ ഒരു കളർ. ആ കളറിൽ ഒരു ലൈറ്റ് ചർച്ചിന്റെ, ഞാൻ നോക്കുമ്പോ ചർച്ച് ടെറസ, അവിടുന്ന് ഒരു ലൈറ്റ് ഇങ്ങനെ കുത്തിയിറങ്ങി ആ ഹോളിന്റെ ആ ഭാഗത്ത് ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഈ ലൈറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആരെയും ഭയക്കാത്ത ഞാൻ, ആരെയും പേടിയില്ലാത്ത ഞാൻ, കുറെ വർഷങ്ങൾക്ക് ശേഷം എന്റെ കണ്ണുകളിൽ ഭയം ഉണ്ടാവുക. കാരണം അതുവരെ എനിക്ക് ഭയമില്ല, ആരെയും ഭയമില്ല, ദൈവത്തെയും ഭയമില്ല, മനുഷ്യനെയും. ഈ ലൈറ്റ് കാണുമ്പോൾ എന്റെ കണ്ണു ഭയപ്പെടുക. അപ്പം ഭയമില്ലാത്തവർക്ക് ഭയം ഉണ്ടാകും ദൈവം തൊട്ടാൽ. സ്തോത്രം. കണ്ണു ഭയപ്പെട്ടു. ഞാനിങ്ങനെ അമ്പരന്ന്
സൂക്ഷിച്ച് ഇങ്ങനൊക്കെ നോക്കുക. കാരണം എനിക്കറിയത്തില്ല എന്തോ സംഭവിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ആ ലൈറ്റിനകത്ത് ഒരു തീയുടെ ഫേസ് ഉള്ള ഒരു വ്യക്തി, മുഖം വ്യക്തമല്ല, എന്നാ നമുക്ക് ചിലപ്പോ നിഴല് പോലെ ചില മനുഷ്യർ നിൽക്കുന്ന തോന്നുന്ന പോലെ തീ മുഖം പോലെ ഒരു വ്യക്തിയെ ഞാൻ കാണുക ആ തീക്കകത്ത്. ഇത് കാണുകയും ആ നിന്ന നിൽപ്പില് ആദ്യമായിട്ട് അലറി ഞാൻ അലറി കരഞ്ഞെന്ന് പറഞ്ഞ ഭയങ്കര കരച്ചിൽ. ഇതെന്റെ പിതാവ് കണ്ടോണ്ട് നിൽക്കുന്നു, ഫ്രണ്ടിൽ നിൽക്കുന്ന 2-3 ആന്റിമാരും കണ്ടോണ്ട് നിൽക്കുക. ഇന്നും അവരുണ്ട് അവിടെ ജീവിതം. അലറിക്കരഞ്ഞു. അതുവരെ മുട്ടുമടക്കാത്ത ഞാൻ, എന്റെ മുട്ട് ഞാൻ മടക്കിയിട്ടില്ല. അന്ന് ആ പുൽപ്പുറ്റി മുട്ട് ഞാൻ മുട്ടുമടക്കി. പ്രസംഗപീഠത്തിന് അവിടെ വെച്ചാ മാനസാണ്. മുട്ടുമടക്കി, കൈ രണ്ടും ഇങ്ങനെ വെച്ചു, വാവിട്ട് കരയുക. എന്തിനാ കരയുന്നതെന്ന് എനിക്ക് പറയും. കരയും, ഇടയ്ക്ക് കണ്ണു തുറന്നു നോക്കും, ഈ ലൈറ്റ് കാണും, പേടിക്കും, പിന്നെയും കരയും, പിന്നെയും നോക്കും, അലറിക്കരയും. എനിക്ക് മനസ്സിലായി ദൈവമുണ്ട്. അത്രയും വർഷം ദൈവം ഇല്ലെന്ന് പറഞ്ഞിട്ട് ആ മൊമെന്റ്സിൽ എനിക്ക് മനസ്സിലായി ദൈവമുണ്ട്. ആ ദൈവം കർത്താവായ യേശു ക്രിസ്തു മാത്രമാണെന്ന് ആ സെക്കൻഡ്സിൽ എനിക്ക് മനസ്സിലായി. ദൈവം മനസ്സിലാക്കി തരിക. ദൈവം ഇല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് ദൈവം മനസ്സിലാക്കി തരുക. ദൈവം ഉണ്ട്, അത് യേശു ക്രിസ്തുവാണ്, എനിക്ക് മനസ്സിലാക്കി തരിക. അപ്പൊ എനിക്ക് മനസ്സിലായി കർത്താവ് ഉണ്ട്. അലറിക്കരഞ്ഞു, പൊട്ടിക്കരഞ്ഞു. അവിടെ നിന്നോണ്ടാണ് ഞാൻ ദൈവസന്നിധിയിൽ എന്നെ സമർപ്പിക്കുന്നത്. ഞാൻ മാനസാന്തരപ്പെടും, ദൈവത്തോട് തീരുമാനമെടുക്കും. ഞാൻ അവിടെ നിന്ന് ഈ കൈ നെഞ്ചത്തോട് വെച്ചിട്ട്, ആ സമയത്ത് ആരാധന നടക്കുക ശക്തമായ. ഞാൻ മുകളിലോട്ട് നോക്കിയിട്ട് ദൈവത്തോട് ഞാൻ പറഞ്ഞു. അപ്പം അന്നേരം വർഷങ്ങൾക്ക് ശേഷം 12 വയസ്സ് വരെ ദൈവത്തോട് പേഴ്സണൽ പ്രയർ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. നിരീശ്വരവാദി ആയതിനു ശേഷം ദൈവമേ എന്ന് വായി പറഞ്ഞിട്ടേ, വർഷങ്ങൾ ദൈവം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അവിടെ മുട്ടുമടക്കിയിട്ട് ഞാൻ വിളിക്കുക ദൈവമേ. അപ്പം ദൈവത്തെ വിളിക്കാത്തവനെ ദൈവം വിളിപ്പിക്കും. ദൈവമേ എന്ന് ഞാൻ ഉറക്കെ അലറിയാ വിളിക്കുന്നേ, അലറി കരഞ്ഞൊക്കെ, ഭയങ്കര ഇമോഷൻസ്. ദൈവമേ. അപ്പം ദൈവസന്നിധി ഞാൻ ഉടമ്പടി ചെയ്യുക, തീരുമാനമെടുക്കുക. ഈ നിമിഷം മുതൽ ഈ ലോകത്തിൽ മരണം എന്നെ പുൽകുന്ന നാൾ വരെ എനിക്ക് എത്ര ആയുസ് തരുന്നു, ആ ആയുസ് തീരുന്നത് വരെ ഞാൻ കർത്താവിന്റെ വേല ചെയ്യും, ഞാൻ ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യും. എത്ര ആയുസുണ്ടോ. എനിക്ക് വിദ്യാഭ്യാസവും വേണ്ട, ഈ ലോകത്തില് ഒന്നും വേണ്ട. എന്നിട്ട് ഞാൻ ദൈവത്തോട് പറയുക ഞാൻ ഒന്നും അല്ലെന്ന്. ഞാൻ ഏതാണ്ടാണെന്നും പറഞ്ഞിരിക്കുക. ഞാൻ പറഞ്ഞു ഞാൻ ഒന്നുമില്ല, ഐ ആം നത്തിങ്. എന്റെ നിഗളം ദൈവം ഓടിച്ചു, എന്റെ ഗർവത്തെ ദൈവം ഓടിച്ചു. 2025 മെയ്യില് ഇന്ന് ഈ ടെസ്റ്റ് മണി പറയുന്ന സമയത്ത്, ഈ സമയം ഞാൻ പറഞ്ഞല്ലോ, ഒന്നുകിൽ പൊളിറ്റിക്സിൽ ഏതെങ്കിലും ലീഡിങ് ആളായിട്ട് അറിയപ്പെടേണ്ട സമയം, അല്ലെങ്കിൽ ഒരു മോഡലിംഗ് ആയി മുംബൈ പട്ടണത്തിലൊക്കെ പാപം ചെയ്യുന്ന സ്ത്രീകളുടെ കൂട്ടത്തിലൊക്കെ ഒരു പക്ഷേ ഞാൻ പോകാമായി. ആ നഗരത്തിൽ ഊരും പേരും അറിയാതെ പാപത്തിനകത്ത് ഞാൻ പോയേ. കാരണം അതൊക്കെയായിരുന്നു എന്റെ ലക്ഷ്യങ്ങൾ. പക്ഷെ അങ്ങനെ നശിച്ചു പോകാതെ ദൈവം എന്നെ വീണ്ടെടുത്തു. ക്ഷമിക്കണം, എനിക്ക് കണ്ണുനീരോടല്ലാതെ ഒരിക്കലും ഈ ഒരു ഭാഗം എനിക്ക് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം ദൈവം അത്രത്തോളം എന്നെ സ്നേഹിച്ചു. ഒരു കാര്യം ഞാൻ ഇതിന്റെ കൂടെ പറയാം. തലമുറകൾക്ക് വേണ്ടി കരയുന്ന കണ്ണുനീര് കൈകൂപ്പി ഞാൻ പറയാ, ഒരിക്കലും വേസ്റ്റ് അല്ലെന്ന് പറഞ്ഞാൽ അല്ല. പെൺതലമുറയ്ക്ക് വേണ്ടി കരഞ്ഞാലും ആൺ തലമുറയ്ക്ക് വേണ്ടി കരഞ്ഞാലും മാതാവേ പിതാവേ ഒരിക്കലും അത് വേസ്റ്റ് അല്ല. തീർച്ചയായും ദൈവം ആ കണ്ണുനീരിന്റെ മറുപടി തന്നിരിക്കും. ഞാൻ ട്രാക്ക് മാറിപ്പോയ സമയത്ത് ഞാൻ അവരെ വേദനിപ്പിച്ചു, കരയിപ്പിച്ചു, ഒത്തിരി അവര് സ്ട്രഗിൾ ചെയ്തു, എന്നെ കൊണ്ട് ഒരുപാട് അവര് സ്ട്രഗിൾ ചെയ്തു. പക്ഷെ ആ സമയത്ത് ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, അവര് കരഞ്ഞു, നിലവിളിച്ചു. ആ കണ്ണുനീരിന്റെ മറുപടി ആ ദിവസം ആ പുൽപ്പുറ്റയിൽ അത് വെളിപ്പെട്ടു. സ്തോത്രം. ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞു, ഇന്നു മുതൽ മരണം
എന്നെ പിടിക്കുന്നത് വരെ, ഞാൻ വേർപെടുന്നത് വരെ നിനക്ക് വേണ്ടി മാത്രം ഞാൻ ജീവിക്കും. ഈ നിമിഷം മുതൽ അനേകരെ നേടാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ തീരുമാനമെടുത്തു, എഴുന്നേറ്റു. അതിനുശേഷം വെക്കേഷൻ കഴിഞ്ഞു, നാട്ടിൽ മടങ്ങി വന്നു. പ്രിയമുള്ളവരെ, ഒറ്റ ക്ലാസ്സിന് പിന്നെ ഞാൻ പോയിട്ടില്ല. പോകാൻ പറ്റത്തില്ല, മീറ്റിംഗ്. ഇത് കണ്ടവരെ ഒരുപാട് പേരുണ്ടല്ലോ. അവര് പലരോടും വിളിച്ചു പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് അനേകരറിഞ്ഞ ശുശ്രൂഷകളുടെ വേദികൾ ഓപ്പൺ ആകാൻ തുടങ്ങി. ഒരുപാട് ഓപ്പൺ ആകാൻ തുടങ്ങി. തേർഡ് ഇയറിന്റെ ഫസ്റ്റ് സെമസ്റ്ററിന്റെ എക്സാം ഇവിടെ പിള്ളേർ എഴുതുമ്പം ഞാൻ ദുബൈയിൽ കൺവെൻഷന് പ്രസംഗിക്കുക. എക്സാം ദൈവം എന്നെ കൊണ്ട് എഴുതിപ്പിച്ചു. കാരണം ഇത് പഠിച്ചിട്ട് ഡോക്ടറേറ്റ് എടുക്കാനിരുന്നയാണ്. ദൈവം അത് 0 ആക്കി. അപ്പം അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ പ്ലാൻ ഒന്നും നടക്കത്തില്ല, നമ്മുടെ ഒരു കാര്യവും നടക്കത്തില്ല. ദൈവത്തിന് നമ്മുടെ മേൽ പ്ലാൻ ഉണ്ടെങ്കിൽ കേട്ടോ, ഉണ്ടെങ്കിൽ അത് മാത്രമേ നടക്കത്തുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അന്നു മുതൽ ഈ നിമിഷം വരെ ഞാൻ എന്നിൽ ആശ്രയിച്ചിട്ടില്ല, എന്റെ തീരുമാനങ്ങളിൽ ഞാൻ ആശ്രയിച്ചിട്ടില്ല, എന്റെ ചിന്തകൾക്ക് ഞാൻ വില കൊടുത്തിട്ടില്ല. കാരണം മനസ്സിലായല്ലോ, ദൈവം മനസ്സിലാക്കി തന്നു, ദൈവത്തിന്റെ പ്ലാൻ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ. അങ്ങനെ ഞാൻ വേഗത്തിൽ പറയാം. അങ്ങനെ ശുശ്രൂഷ മുഖത്ത് ഇറങ്ങി തിരിച്ചു. ശുശ്രൂഷയുടെ ജൈത്രയാത്ര 19ാമത്തെ വയസ്സിൽ ആരംഭിച്ചു. അനേക കൺവെൻഷൻ വേദികൾ, ക്രൂസൈഡുകൾ, ഫാസ്റ്റിംഗ് പ്രയറുകൾ, ലേഡീസ് കോൺഫറൻസുകൾ, ഈവൻ ഫാമിലി കോൺഫറൻസുകൾ, ഒത്തിരി വേദികളിൽ, പല വേദികളിൽ ഓരോ വേദിക്കനുസരിച്ച് നിന്ന് ശുശ്രൂഷിക്കാനുള്ള ഒരു പരിജ്ഞാനവും കൂടെ ദൈവം. അതിന് ഞാൻ ദൈവത്തോട് ഒത്തിരി നന്ദി പറയും. ഒത്തിരി ദൈവദാസിമാരുടെ ശുശ്രൂഷയൊക്കെ ഞാൻ കാണുന്നതാണ്. എന്നെ ദൈവം ഇറക്കിയപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് എല്ലാവരും ചെയ്യുന്ന പോലത്തെ മിനിസ്ട്രി വേണ്ട. എസ്പെഷ്യലി ലേഡീസ് ചെയ്യുന്ന മിനിസ്ട്രിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു മിനിസ്ട്രി എനിക്ക് വേണം. എന്റെ സൗണ്ടിന് വ്യത്യാസം ഉണ്ടായിരിക്കണം, ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം ഉണ്ടായിരിക്കണം, കൃപാവരം മിനിസ്ട്രികളിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കണം എന്നൊക്കെ ഞാൻ ദൈവത്തോട് ചോദിച്ച് പിന്നെ മേടിച്ചു. ഒത്തിരി 40 ദിവസം, ഒത്തിരി 21 ദിവസം ഫുൾ ഒരുപാട് ഫാസ്റ്റിങ്ങുകൾ ഇരുന്നു. ഇതിനിടയില് ശുശ്രൂഷ എന്നാരംഭിച്ചോ അന്ന് മുതൽ ബാക്ക് പെയിൻ കൂടാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി, ശുശ്രൂഷ മുന്നമേ ഉണ്ടായിരുന്നത് കൊണ്ട് 8ാമത്തെ വയസ്സിൽ ശൂലം തന്നതാ നടുവിനെ. സ്ത്രീകളല്ലേ, നീളം വരും പെട്ടെന്ന്. ഒന്നാമതെ എനിക്ക് നീളം ഉണ്ടായിരുന്ന വ്യക്തി. അപ്പം മരിക്കുന്നത് വരെ ഈ ശുശ്രൂഷ നിലനിൽക്കണമല്ലോ, നീളം വന്ന് നഷ്ടപ്പെടാൻ പാടില്ല. അപ്പൊ ദൈവം ഒരു ശൂലം ഇങ്ങ് തന്നു. അസഹനീയമായ ബാക്ക്, സഹിക്കാൻ കഴിയാത്ത നടുവേദന വർദ്ധിക്കാൻ തുടങ്ങി. മീറ്റിംഗ് കഴിഞ്ഞ് വന്ന് 2 ദിവസം കിടപ്പ, പിന്നെ 3ാമത്തെ ദിവസമേ അടുത്ത ശുശ്രൂഷയ്ക്ക് പോകാനൊക്കത്തുള്ളൂ. അങ്ങനത്തെ ശാരീരിക അവസ്ഥയിലേക്ക് ശുശ്രൂഷകൾ വളരാൻ തുടങ്ങി, പക്ഷെ ഫിസിക്കലി ഡൗൺ ആവാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഇങ്ങനെ പിറുപിറുക്കുക, ദൈവമേ ഇതെന്തൊരു കഷ്ടമാ കർത്താവെ. എളിയവൾ കയറി നിന്ന് ശുശ്രൂഷിക്കുമ്പോ വീൽ ചെയറിൽ ഇരിക്കുന്നവർ എഴുന്നേൽക്കുന്നു, അത്ഭുതം നടക്കുന്നു, അടയാളം നടക്കുന്നു. യോ, എന്റെ നടുവേദന എന്താ കർത്താവെ മാറാതെ? ദൈവനോട് പറഞ്ഞു, മേലാൽ ഇനി പിറുപിറുത്തേക്കരുത്, ഇത് നിനക്കുള്ള ശൂലമാ, എന്റെ കൃപ നിനക്കും. അന്നു മുതൽ ഈ 15 വർഷം പിന്നെ ഞാൻ പിറുപിറുത്തിട്ടില്ല ആ വിഷയം. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ 24 വയസ്സായ സമയത്ത് ഒരു പ്രൊപ്പോസൽ വരികയാണ്. അപ്പം വിവാഹം കഴിക്കുന്നില്ല എന്നുള്ള ചിന്തയിൽ ഞാൻ ഇരിക്കുക. കാരണം ഫിസിക്കൽ കണ്ടീഷൻ മോശമാണ്. എന്തിനാ വേറെ ഒരാളെ കൂടെ ബുദ്ധിമുട്ടിക്കുന്നത്? അത്രത്തോളം മോശമാണ്. ഒരു തുണി കഴുകാനൊക്കത്തില്ല, തൂക്കാൻ കഴിയത്തില്ല, ഒരു ജോലിയും ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെയോ ശുശ്രൂഷയ്ക്ക് പോകും, അത് ചെയ്യും, തിരിച്ചു വരും, വന്ന് കിടക്കും. എങ്ങനെ വിവാഹം കഴിക്കും, എങ്ങനെ കുടുംബജീവിതം നയിക്കും? ഞാനപ്പം വേണ്ട എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു ദിവസം എന്നെ വിവാഹം കഴിച്ച ദൈവദാസന്റെ സഭയിൽ അവരുടെ പാസ്റ്റർക്ക് ആരോ നമ്പർ കൊടുത്തിട്ട് ഞാനും പിതാവും അവിടെ ശുശ്രൂഷയ്ക്ക് അയച്ചെന്നു. അപ്പൊ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് വരെ എന്റെ പിതാവാണ് എന്നെ ശുശ്രൂഷയ്ക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഒറ്റയ്ക്ക് ഞാൻ അങ്ങനെ പോകത്തില്ല, എല്ലാം പരിജ്ഞാനത്തിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു, ശുശ്രൂഷ കഴിഞ്ഞു. അപ്പൊ ഞാൻ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന സമയത്ത് എന്നെ വിവാഹം കഴിച്ച പാസ്റ്റർ പ്രവീൺ കൊട്ടാരക്കര ആ സമയങ്ങളിൽ അദ്ദേഹം ഷിപ്പിലെ എഞ്ചിനീയറാണ്. ഏകദേശം 3.5 ലക്ഷം രൂപ സാലറിയുള്ള ജോലി റിസൈൻ ചെയ്ത് മണക്കാല ബൈബിൾ കോളേജിൽ പോയി പഠിച്ച് ഇറങ്ങി അവിടുത്തെ സഭയുടെ അസിസ്റ്റന്റ് പാസ്റ്ററായിട്ട് നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ മാരേജ് നടന്നത്. അമ്മ ഇങ്ങനെ അസിസ്റ്റന്റ് പാസ്റ്ററായി നിൽക്കുന്ന സമയത്ത് ആ സഭയിൽ ഞാൻ ശുശ്രൂഷയ്ക്ക് ചെന്നു. ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹം സ്റ്റേജിൽ നിൽപ്പുണ്ട്, അവിടുത്തെ വർഷിപ്പ് ലീഡറും കൂടെ. പരിശുദ്ധാത്മാവ് അദ്ദേഹത്തോട് പറഞ്ഞു, ഇതാണ് നിന്റെ ഭാര്യയെന്ന്, ഇവളെ വിവാഹം കഴിക്കും. എന്നോടല്ല പറഞ്ഞ അദ്ദേഹത്തോട്. മീറ്റിംഗ് കഴിഞ്ഞു, സ്വാഭാവികമായിട്ട് ഭവനത്തിൽ മടങ്ങി വന്നു.
2 ദിവസം കഴിഞ്ഞു. അവിടുത്തെ പാസ്റ്ററിൽ നിന്ന് പ്രവീൺ പാസ്റ്റർ നമ്പർ എടുത്തിട്ട് എന്റെ പപ്പായെ വിളിച്ചിട്ട് ഡയറക്റ്റ് അങ്ങ് ചോദിച്ചു, ചാർലി പാസ്റ്ററെ, ഞാന് ഇന്നയാളാ വിളിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിങ്ങൾ മീറ്റിങ്ങിന് വന്നെടുത്ത് അവിടെ ഇരുന്ന ദൈവദാസൻ. ഞാൻ വിളിച്ചത് ഒരു കാര്യം ചോദിക്കാന്. മോളെ വിവാഹം കഴിക്കണമെന്ന് താല്പര്യമുണ്ട്, എന്തോ പറയുന്നു. ഒറ്റ ചോദ്യം, വേറൊന്നും പറയുന്നില്ല, അല്ലെ ഇങ്ങനെ ഞരങ്ങിയും പരങ്ങിയും ഒന്നും അല്ല, ഡയറക്റ്റ് അങ്ങ് ചോദിച്ചു. പിതാവ് ഞെട്ടിപ്പോയി. കാരണം എന്റെ അക്കൗണ്ടും ആ സമയത്ത് കട്ടാണ്, ബാങ്ക് ബാലൻസ്, പിതാവിന്റെ അക്കൗണ്ടും കട്ടാണ്, 0 ബാലൻസ്. അപ്പൊ ആ സമയത്ത് ആ പ്രൊപ്പോസൽ വരുന്നു. അപ്പൊ പിതാവ് ഞെട്ടിപ്പോയി. വീട്ടിൽ വന്നിട്ട് മമ്മിയോട് ഇങ്ങനെ സംസാരിക്കുക. ഞാൻ ചെല്ലുമ്പോ ഇവര് ഭാര്യ ഭർത്താവ് ടോക്കങ്ങ് നിർത്തും. കാരണം എന്നോട് എന്നെ കേൾക്കെ പറയാൻ ഭയമുണ്ട്, വിവാഹം വേണ്ടെന്നുള്ള കൺസെപ്റ്റ് നിൽക്കുകയാണല്ലോ. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തോ ഈ രഹസ്യം പറയുന്നത്, എന്നോടും കൂടെ പറ. അപ്പൊ പറഞ്ഞു, ഇങ്ങനെ ഒരു കോള് വന്നു. അപ്പൊ എനിക്ക് ആളിനെ അങ്ങോട്ട് മനസ്സിലാകുന്നില്ല, നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നത് കൊണ്ട് ആരെയും നോട്ടബിൾ ആയിട്ട് വെക്കുന്നില്ലല്ലോ, എനിക്ക് ഓർമ്മ വരുന്നില്ല. ഇങ്ങനെ ഒരു ആളുണ്ടായിരുന്നു, ഇങ്ങനെ കോള് വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നിട്ട് എന്ത് പറഞ്ഞു? അത് മറ്റന്നാ രാവിലെ 10:30 കാണാൻ വരുന്നു എന്ന് അറിയിച്ചിട്ട്. ഞാൻ പറഞ്ഞു, ആഹാ, അത് ഫിക്സ് ആയോ? അപ്പൊ ഞാനിങ്ങനെ വിഷമിച്ചു. പപ്പ, എന്റെ ഫിസിക്കൽ കണ്ടീഷൻ എങ്ങനെയാ പപ്പ? ഒരു പുരുഷൻ എപ്പോഴും ഒരു ഭാര്യ വയ്യാന്ന് പറഞ്ഞ ഒരു ഭർത്താക്കന്മാരും അക്സെപ്റ്റ് ചെയ്യത്തില്ല. എത്ര കൃപാവരം ഉണ്ടെങ്കിലും, അല്ലെ പിന്നെ അതുപോലത്തെ ഡെഡിക്കേഷനിലും ദർശനത്തിനും ശുശ്രൂഷ ചെയ്യുന്ന അഭിഷിക്തന്മാർ അക്സെപ്റ്റ്. ജഡീകന്മാർക്ക് പറ്റത്തില്ല, എപ്പോഴും വയ്യാന്ന് പറഞ്ഞു. കുടുംബജീവിതത്തിൽ ഒത്തിരി ഫാക്ട്സ് ഉണ്ടല്ലോ, ഫിസിക്കൽ റിലേഷൻ, മെന്റൽ റിലേഷൻ, സ്പിരിച്വൽ റിലേഷൻ. 3 ഇൻഫാക്ട്സ് ആണല്ലോ ഫാമിലി ലൈഫിൽ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഞാൻ പറഞ്ഞു, പപ്പ എങ്ങനാ? നിക്ക്, ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞില്ലയോ, വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കാണാൻ വരുന്ന ദിവസത്തിന്റെ തലേ ദിവസം എനിക്ക് ഉറക്കമില്ല. പെണ്ണ് കാണാൻ വരുന്നതിന്റെ ടെൻഷനൊന്നും അല്ല കേട്ടോ, അങ്ങനെയുള്ള ടെൻഷനോ ആദിയോ ഒന്നുമില്ല. കാരണം എന്നെ വീട്ടിലെല്ലാവരും മൂത്ത മോനെന്നാ പറയുന്നത്, ആണിന്റെ തന്റെടൊന്നും. അങ്ങനെയുള്ള ഫീലിങ്സ് ഒന്നും ഉള്ള ആളല്ല. ആ ടെൻഷൻ കൊണ്ടൊന്നും അല്ല ഇങ്ങനെ ഉറക്കമില്ലാതെ റൂമിനകത്തൂടെ നടന്നത്. എന്റെ ടെൻഷൻ, കർത്താവെ, ഈ വരുന്നത് ദൈവഹിതം ഉള്ളതാണോ അല്ലേ? കാരണം ശുശ്രൂഷയ്ക്ക് കൈത്താങ്ങല് നൽകുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ശുശ്രൂഷ പോയില്ലേ. കാരണം ദൈവത്തെ രുചിച്ചറിഞ്ഞപ്പോ ദൈവമാണ് എന്റെ ഉയിര്, ജീവൻ. ഇന്ന് ഞാൻ ജീവിക്കുന്നത് തന്നെ ഈ നാമം ഉയർത്താനായിട്ട്, വേറൊന്നിനുമല്ല, ഒരു ഫോക്കസും ഇല്ല. അപ്പൊ ടെൻഷനാ. പരിശുദ്ധാത്മാവ് പെട്ടെന്ന് എന്നോട് പറഞ്ഞു, അലമാരിയിൽ ഇരിക്കുന്ന ഡയറി എടുത്തു നോക്കാൻ. ഞാൻ അലമാരി തുറന്നു, ഡയറി എടുത്തു, പേജ് ഇങ്ങനെ മറിച്ചു നോക്കുക, ഒന്നും കണ്ടില്ല. അപ്പൊ ഞാൻ മേപ്പോട് നോക്കി ചോദിച്ചു, എന്തുവാ കർത്താവെ, കളിയാക്കുവാണോ? ഒന്നും കാണുന്നില്ല. വീണ്ടും പരിശുദ്ധാത്മ പറഞ്ഞു, എടി കൊച്ച, ഒന്നുകൂടെ നോക്ക്. ഞാൻ നോക്കിയപ്പോൾ ഒരു പേപ്പർ എന്റെ കണ്ണിൽ പെട്ടു. അതെന്താണെന്ന് ചോദിച്ചാൽ, അതേ ദിവസത്തിന് ബാക്ക് 2 years, 2 വർഷം മുൻപ് ദുബായിൽ ഒരു കൺവെൻഷനിൽ ഞാൻ ശുശ്രൂഷിച്ച് കഴിഞ്ഞിട്ട് അവര് പറഞ്ഞു, പിറ്റേന്ന് 3 ദിവസം അവരുടെ ചർച്ചിൽ ഫാസ്റ്റിംഗ് പ്രയർ ഉണ്ട്, പകലും കൂടെ ശുശ്രൂഷിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പകല് ഞാൻ ശുശ്രൂഷ ചെയ്ത് ഇരുന്ന സമയത്ത് മെസ്സേജ് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യാൻ ഒരപ്പച്ചന് സമയം കൊടുത്തു. അപ്പച്ചന്റെ പേര് പീറ്റർ രാമചന്ദ്രൻ, ട്രിവാൻഡ്രം വട്ടപ്പാറ സ്വദേശിയാണ്. മുംബൈ സെറ്റിൽഡ് ആണ് ആ ഫാമിലി. ഇന്ന് ജീവനോടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അന്ന് തന്നെ അദ്ദേഹത്തിന് 75 വയസ്സുണ്ടായിരുന്നു. ഈ അപ്പച്ചൻ എഴുന്നേറ്റിട്ട് കൺക്ലൂഡ് ചെയ്യാനുള്ളതിന് എന്നോടൊരു ഇടിവെട്ട് ദൂത് മൈക്ക് എടുത്തിട്ട് എന്നോട് പറഞ്ഞു, എടി, നിന്നെ ഞാൻ സിസ്റ്റർ അക്സയെന്നൊന്നും വിളിക്കത്തില്ല, എന്റെ കൊച്ചുമോളാവാൻ പ്രായമുള്ളൂ കേട്ടോ. നിന്നോട് ഞാനൊരു ദൂത് പറയാൻ പോവാ, നിനക്ക് വരാൻ പോകുന്ന ചെറുക്കനെ കുറിച്ച് ഞാനൊരു ദൂത് പറയാൻ പോവാ, പേപ്പറും പേനയും എടുത്ത് എഴുതാം. പ്രസംഗിക്കാൻ നമ്മൾ ബൈബിളും കൊണ്ട് പോകുന്നിടത്ത് എന്റെ കയ്യിൽ വിടുന്ന പേപ്പറും ഒരു കൊച്ചു എനിക്ക് ഒരു കടലാസും പേനയും പെട്ടെന്ന് തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, 1 നമ്പർ ഇട്ട് എഴുതിക്കോളാൻ പറഞ്ഞു. ഞാനിങ്ങനെ അന്തം വിട്ടിരിക്കുക, ഞാനിങ്ങനെ 1 തൊട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ അപ്പച്ചൻ പറഞ്ഞു, 1 കൊല്ലം ജില്ലക്കാരൻ, 2 മീശ ദാടി കണ്ണാടി, 3 7 ഭാഷ കൈകാര്യം ചെയ്യുന്നവൻ, 4 മിഷണറി, 5 ഗായകൻ, 6 നിന്നെക്കാൾ വിദ്യാഭ്യാസമുള്ളവൻ, 7 നിന്നെക്കാൾ കുലമഹിമയുള്ളവൻ, 8 നിന്നെക്കാൾ സൗന്ദര്യമുള്ളവൻ. ഇന്നേക്ക് 2ാമത്തെ വർഷം ഡിസംബർ മാസം നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടും, യുദ്ധങ്ങളുടെ നടുവിൽ വിവാഹം നടക്കും. ആമേ. ദൂത് കഴിഞ്ഞു. ഞാൻ അന്തം വിട്ട്
ഇത് എഴുതിയെടുത്ത് വിശ്രമിക്കുന്ന റൂമിൽ തിരിച്ചു വന്നു. ഈ ദൂത് ഡയറിയിലോട്ട് എഴുതിയിട്ട് പേപ്പർ കളഞ്ഞു. 2 വർഷം കഴിഞ്ഞ് ഈ ദിവസം, നേരത്തെ പറഞ്ഞ ദിവസത്തിൽ രാത്രി ഡയറി നോക്കിയപ്പോൾ ഈ പേജാ എന്റെ കണ്ണിൽ ദൈവം കാണിച്ചത്. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ഈ എഴുതിയിരിക്കുന്ന ദൂതും വരുന്ന ആള് തമ്മിൽ എന്തോ ബന്ധം? കാരണം വരുന്ന ആളിന്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിയത്തില്ല. ഞാൻ ഇങ്ങനെ ഓർത്തു. അപ്പൊ കൊട്ടാരക്കരയില്ല പാസ്റ്ററുടെ വീട്. അപ്പൊ ഫസ്റ്റ് പ്രൊഫസി കൊല്ലം ജില്ലക്കാരൻ. അപ്പൊ അത് ഞാൻ ടിക്ക് കൊടുത്തു. ശരിയാ, കൊട്ടാരക്കര കൊല്ലം ജില്ലയാണ്. പിന്നെ ഞാൻ ഇങ്ങനെ ഓർത്തു. അപ്പം പപ്പ എന്നോട് അടയാളം പറഞ്ഞു, കണ്ണാടിയും താടിയും മീശയൊക്കെ വെച്ച ഒരാൾ അവിടെ ഇരുന്നത്. അപ്പൊ അതും ടിക്ക് കൊടുത്തു. 2 എണ്ണം അറിയാം, ബാക്കി എനിക്കറിയാം. രാവിലെ 6 മണി വരെ ഉറങ്ങാതിരുന്നേച്ച് അപ്പനെ വിളിച്ചുണർത്തിയിട്ട് നമ്പർ മേടിച്ചിട്ട് ഞാൻ വിളിച്ചു. ഏതെങ്കിലും സ്ത്രീകള് കാണാൻ വരുന്ന പുരുഷന്റെ നമ്പർ രാവിലെ എടുത്ത് വിളിക്കും. അത് വിളിച്ച വ്യക്തിയാ ഞാൻ. വെപ്രാളം കയറി വെച്ചു. ദൈവഗതമാണോന്ന് അറിയാൻ വേണ്ടി 6 മണിക്ക് ഞാൻ വിളിച്ചു. ദേവദാസൻ നല്ല ഉറക്കമായിരുന്നു. ഫോൺ എടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ സിസ്റ്റർ അക്സയ വിളിക്കുന്നത്. എന്തുവാ, ഞാൻ ഇന്ന് അങ്ങോട്ട് വരുന്നുണ്ട്, നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഞാൻ പറഞ്ഞു, അല്ല, എനിക്ക് ഒന്ന് സംസാരിക്കാനുണ്ട്. അപ്പൊ അദ്ദേഹം അങ്ങ് വെപ്രാളമായി, ഇനി എന്തുവാ സംഭവിക്കുന്നതെന്ന്. ഞാൻ പെട്ടെന്ന് ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. ഞാൻ ചോദിച്ചു, മുൻപോട്ടുള്ള ഫ്യൂച്ചർ പ്ലാൻ എന്താ? ബൈബിൾ കോളേജിൽ പഠിച്ചിറങ്ങിയെന്ന് അറിഞ്ഞു, അത് മിഷണറി ആയിട്ട് പ്രവർത്തിക്കാന്. അപ്പൊ ഞാനിവിടെ ടിക്ക് ഇടുക, അതൊന്നും അദ്ദേഹം അറിയുന്നില്ല. അടുത്തത് ഞാൻ ചോദിച്ചു, അവിടെ പാട്ട് പാടുന്നത് കണ്ടു, പ്രൊഫഷണൽ ആയിട്ട് സിംഗർ ആണോ? ആന്ന്. അപ്പൊ അത് ടിക്ക് കൊടുത്തു. എത്ര ഭാഷ കൈകാര്യം ചെയ്യും? അത് ഞാൻ 7 ഭാഷ കൈകാര്യം ചെയ്യും. അതും ടിക്ക് കൊടുത്തു. പിന്നെ സൗന്ദര്യത്തിന്റെ കാര്യം എനിക്ക് ഓർമ്മയില്ല. എന്നെക്കാൾ സൗന്ദര്യമുള്ള ആളാന്ന് പറഞ്ഞു. എനിക്ക് ഫേസ് അപ്പോഴും ക്ലിയർ അല്ല. ഞാൻ അതിങ്ങനെ അവിടെ പെൻഡിങ് ഇട്ടു. ഞാൻ ചോദിച്ചു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ. അത് ഞാൻ ഓർത്തഡോക്സിൽ നിന്ന് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങിയതാ. എന്റെ പ്രൊഫഷൻ ഇതായിരുന്നു. ഞാൻ ചോദിച്ചു ഫിനാൻഷ്യലി ഞങ്ങൾ സൗണ്ടഡ് ഫാമിലിയാണ്. ഞങ്ങൾ 0 ആയിരുന്നല്ലോ, സൗണ്ടഡ് ഫാമിലി. എല്ലാ കാര്യവും കറക്റ്റ്. ഞാൻ ഫോണും കട്ടി. അദ്ദേഹം പെട്ടെന്ന് പപ്പായെ വിളിച്ചിട്ട് ചോദിച്ചു, മോൾ ഇതുപോലെ വിളിച്ചിട്ട് എന്തൊക്കെയോ ചോദിച്ചു. എന്തോ ഞാൻ കാണാൻ വരണ്ടായോ? മോനെ, അത് വേറൊരു സർപ്രൈസാ, വരുമ്പോ പറയാം. കാരണം ഈ ദൂത് പറയുമ്പോ പിതാവ് ആ വേദിയിൽ ഇരിപ്പുണ്ട് ദുബൈയിൽ 2 വർഷം മുമ്പ്. അദ്ദേഹത്തിന് അറിയാം. വീട്ടിൽ വരുമ്പോ നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞു ഫോൺ കട്ടി. വീട്ടിൽ വന്നു. ചായയൊക്കെ കൊണ്ട് കൊടുത്തതിന് ശേഷം ചെറുക്കനും പെണ്ണും സംസാരിക്കാനുണ്ടോന്ന് ചോദിച്ചപ്പോ പ്രവീൺ പാസ്റ്റർ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, എനിക്ക് സംസാരിക്കാനുണ്ടോ. എന്തുവാ? രാവിലെ വിളിച്ചതിന്റെ കോളിന്റെ ഡീറ്റെയിൽസ് അറിയാനുള്ള ഒരു ടെൻഷൻ. അപ്പം പിതാവ് പറഞ്ഞു, എനിക്ക് മനസ്സിലായി, എന്തുവാ ഇത്ര വെപ്രാളമെന്ന്, അത് അങ്ങ് പറയാന്ന് പറഞ്ഞു. ഈ ദൂതിന്റെ കാര്യം ഞങ്ങൾ പറഞ്ഞു. അദ്ദേഹം ഞെട്ടി. അപ്പോൾ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് അദ്ദേഹം പറഞ്ഞു. സിസ്റ്റർ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഇതാണ് നിന്റെ ഭാര്യയിൽ ഇവളെ വിവാഹം കഴിക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ റൂമിനകത്ത് കയറി സംസാരിക്കാൻ കയറിയപ്പോ എന്റെ ഫിസിക്കൽ കണ്ടീഷൻ ഞാൻ മുഴുവനും തുറന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ ആലോചിക്കണം. പ്രവചനം ഇതിന്റെ പിറകിലുണ്ട്, ദൈവശബ്ദമുണ്ട്, ഇത് ദൈവഹിതമാണ്. പക്ഷെ ദൈവഹിതമാണെന്ന് വിവാഹം കഴിച്ചിട്ട് പിന്നെ സ്ട്രഗിൾസ് വരുമ്പോ എന്നെ കുറ്റം. ദൈവം എനിക്ക് തന്ന ജീവിത പങ്കാളിയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത്, ഒന്ന്, ദൈവം പറയുന്ന ശബ്ദത്തിന് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് അദ്ദേഹം ചലിക്കും. ഇന്നും ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ പോയി ഒരു പേന മേടിക്കാം. ഒരു പേനയെ തൊടുമ്പോ ദൈവാത്മാവ് അദ്ദേഹത്തോട് പറയുക, ഇത് മേടിക്കണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം മേടിക്കത്തില്ല. അങ്ങനെയാണ് ആ ക്യാരക്ടർ. പിന്നെ രണ്ടാമത്തെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ വിശ്വാസം. ദൈവം അദ്ദേഹത്തോടൊരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിന് എത്ര വലിയ കാര്യമാണേലും ഒരു സാധ്യതയില്ലെങ്കിലും അദ്ദേഹം അതിനകത്ത് ഉറച്ചു വിശ്വസിക്കും. അതാണ് ഒരു ക്യാരക്ടർ. അങ്ങനെ പ്രൊപ്പോസൽ മുൻപോട്ട് നീങ്ങി. അദ്ദേഹത്തിന്റെ ഭവനം മുഴുവനും എതിർത്തു. കാരണം ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങിയതിന്റെ ദേഷ്യം എല്ലാവർക്കും ഉണ്ട്. ജോലി രാജിവെച്ച് ബൈബിൾ കോളേജിൽ പോയതിന്റെ ദേഷ്യമുണ്ട്. ശുശ്രൂഷ ചെയ്യുന്ന ഒരാളെ വിവാഹം കൂടെ കഴിക്കുന്നു എന്ന് കേട്ടപ്പോൾ ഭയങ്കര. അദ്ദേഹത്തിന് ഒരു ജ്യേഷ്ഠനുണ്ട്. ബ്രദർ നാട്ടിൽ ഇപ്പം ബിസിനസ് ചെയ്യുന്നു. വൈഫ് USA ഇളയതൊരു സിസ്റ്റർ ഉണ്ട്. കുടുംബമായിട്ട് UK സെറ്റിൽഡ് ആണ്. ഏറ്റവും ഇളയതാണ് പാസ്റ്റർ. അപ്പൊ എല്ലാവരും ഭയങ്കരമായിട്ട് എതിർത്തു. ഭയങ്കര ഒരു എതിർപ്പുണ്ടായി. പിതാവ് എതിർത്തു, മാതാവ് എതിർത്തു. പാസ്റ്റർ പറഞ്ഞു, ആരും ഈ കല്യാണത്തിന് വന്നില്ലെങ്കിലും ഞാൻ ഈ കല്യാണം നടത്തും. എല്ലാവരും ചോദിച്ചു, സൗന്ദര്യം അവൾക്കുണ്ടോ, വിദ്യാഭ്യാസം ഉണ്ടോ, പൈസയുണ്ടോ? അപ്പൊ പാസ്റ്റർ എല്ലാവരോടും മറുപടി പറഞ്ഞു, ഇതൊന്നും ഇല്ല, പക്ഷെ കോടിക്കണക്കിന് രൂപ കൊടുത്താൽ കിട്ടാത്തൊരു ശുശ്രൂഷ അവളുടെ മേലുണ്ട്. ദൈവം എനിക്ക് വാക്ക് പറഞ്ഞത്, ദൈവം എന്നോട് സംസാരിച്ചത്, ഞാൻ ആ വ്യക്തിയെ മാത്രമേ വിവാഹം കഴിക്കൂ. അങ്ങനെ ഞങ്ങളുടെ വിവാഹം നടക്കുവാനിടയായി. ഒത്തിരി ആ പറഞ്ഞ ദൂത് പോലെ യുദ്ധങ്ങളുടെ നടുവിൽ മാര്യേജ് നടന്നു. ഞാൻ വേഗത്തിനിടയ്ക്ക് ഒരു വിശ്വാസത്തിന് വേണ്ടി പെട്ടെന്ന് ഞാൻ പറയുകയാണ്. 0 ബാലൻസ് ഉള്ള സമയത്താണ് വിവാഹം നടക്കുന്നത്.
എന്റെ ഈ പ്രൊപ്പോസൽ വന്ന് വാക്ക് ഉറപ്പിച്ച് അവര് പോയതിനു ശേഷം എന്റെ പിതാവ് കരഞ്ഞു. ഞാൻ അവിടെ ഇരിക്കുക ചെയറിൽ, ഇങ്ങനെ മമ്മി ഇരിക്കുക. പിതാവ് കരഞ്ഞിട്ട് മമ്മിയോട് പറഞ്ഞു, എടി എങ്ങനെ കല്യാണം നടത്തും? ഒരു വലിയ ആളുകളാ, എങ്ങനെ ഈ കല്യാണം നടത്തും? എൻഗേജ്മെന്റ് നമ്മൾ നടത്തണം, എങ്ങനെ നടത്തും? എങ്ങനെ ഇതൊക്കെ ചെയ്യും? അപ്പോഴും അദ്ദേഹത്തിന് വിശ്വാസമുണ്ട്, കാരണം വിശ്വാസം എന്നെയും പഠിപ്പിച്ച വ്യക്തിയാണ്. അപ്പൊ എന്നിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു, ദൈവം ചെയ്യും. അത്ഭുതം എന്ന് പറയട്ടെ, ഒരു പ്രഭുവിന്റെ മോടെ കല്യാണം എങ്ങനെ നടക്കും? അങ്ങനെ എന്റെ വിവാഹം. ഇപ്പൊ തലമുറകളുടെ ഭാവി ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കളോട് ഞാൻ പറയാം, ദൈവം കരുതും. ഒരു മനുഷ്യനിലും ആ സമയത്ത് നമ്മൾ ആശ്രയിക്കേണ്ട കാര്യമില്ല. ദൈവം തീർച്ചയായും തലമുറ ജനിക്കുമ്പോൾ തന്നെ, അതായത് മാംസപിണ്ഡം ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ആ തലമുറയ്ക്ക് ആവശ്യമുള്ളത് കരുതുന്ന എന്റെ ഒരു വിശ്വാസം. അങ്ങനെ അത്ഭുതങ്ങളുടെ നടുവിൽ, ഒന്നുമില്ലായ്മയുടെ നടുവിൽ വിവാഹം നടക്കുവാൻ സർവശക്തനായ ദൈവം സഹായിച്ചു. ദൈവം അത് നടത്തി. കുടുംബജീവിതത്തിൽ പ്രവേശിച്ചു, സ്ട്രഗിൾസ് ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ ഭവനത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണ്. ഞാൻ അവിടെയുള്ള ആരെയും കുറ്റം പറയത്തില്ല. അവരെല്ലാം സ്വഭാവം കൊണ്ട് നല്ല മനുഷ്യരാണ്. വിശ്വാസത്തിന്റെ ഭാഗം വരുമ്പോഴേ ഉള്ളൂ ഞങ്ങൾ ഓപ്പോസിറ്റ് ആവുന്നത്. കാരണം അവർ ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ട് ആണ്. അത് അവരുടെ കുറ്റമല്ല. അവരുടെ കണ്ണിനെ ഈ ലോകത്തിലെ ദൈവം ഇരുട്ടാക്കി വെച്ചിരിക്കുക. ഇപ്പം മമ്മി വിശ്വാസത്തിൽ വന്നു, സഹോദരങ്ങൾ വിശ്വാസത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. പിതാവ് ഇപ്പം കഴിഞ്ഞിടയ്ക്ക് മരിച്ചുപോയി. അദ്ദേഹവും മാനസാന്തരപ്പെട്ടിട്ടാണ് നിത്യതയിൽ ചേർക്കപ്പെട്ടത്. ഞങ്ങളെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങി തിരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ പിതാവ് ഒരു രാത്രിയിൽ ഞങ്ങളെ ഭവനത്തിൽ നിന്ന് ഇറക്കി വിട്ടു. അവിടുന്നാണ് ഞങ്ങളുടെ കുടുംബജീവിതത്തിന്റെ ശുശ്രൂഷയുടെ ജൈത്രയാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ചെറുപ്പം തൊട്ടേ കഷ്ടതയിലൂടെയും പട്ടിണിയിലൂടെ ഒക്കെയും ദൈവം വളർത്തിയെടുത്തത് കൊണ്ട് ഈ ഒരു ശോധന വന്നപ്പോഴും എനിക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിച്ചു. എന്റെ ജീവിത പങ്കാളിയും അതുപോലെ സ്ട്രഗിൾസിലൂടെ ഒക്കെ, അവര് സൗണ്ടഡ് ഫാമിലി ആണെങ്കിലും ഒത്തിരി സ്ട്രഗിൾസിലൂടെ ദൈവം അദ്ദേഹത്തെ കടത്തിവിട്ടു. അങ്ങനെ അദ്ദേഹം വളർന്നു വന്നതുകൊണ്ട് പിടിച്ചു നിൽക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഒരു രാത്രിയിൽ ഭവനത്തിൽ നിന്ന് ഞങ്ങളെ ഇറക്കി വിട്ടു. ഞാൻ വേഗത്തിൽ പറയുക, അങ്ങനെ ഇറക്കി വിട്ട സമയത്ത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇറക്കി വിടുന്നത്. അപ്പൊ ഇറക്കി വിടുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒത്തിരി വാഹനങ്ങൾ അവിടെ ഇരിക്കും. അപ്പൊ എന്റെ ഹസ്ബൻഡ് ചോദിച്ചു, പപ്പ ഒരു വാഹനം എന്താ, ഞാൻ ഇവളെയും കൊണ്ട് വീട്ടിൽ പോകട്ടെ, നാളെ ഞാനിത് തിരിച്ചു കൊണ്ടുതരാം. അപ്പൊ പറഞ്ഞു, ഇല്ല, നീ എങ്ങനെയെങ്കിലും പോയിക്കൊള്ളൂ, ഇത് ഞാൻ ഒരു വാഹനവും തരത്തില്ല എന്ന് പറയാനായിട്ട് ഇടയായി. കൊല്ലം ജില്ലയിൽ അഷ്ടമുടി എന്ന് പറഞ്ഞ സ്ഥലത്തായി ഈ സംഭവം നടക്കുന്നു. ഹസ്ബൻഡിന് അവർക്ക് 3 ഭവനങ്ങളാണ്. അതിൽ ഒരു ഭവനത്തിൽ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ ചെന്നപ്പോഴായി ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത്. ആ രാത്രിയില് 8:30 കഴിഞ്ഞാൽ അതുവഴി പ്രൈവറ്റ് ബസ് അവിടെ ആ അഷ്ടമുടി എന്ന് പറയുന്ന ടൗൺ വരെ, ഈ ഭവനം തൊട്ട് ടൗൺ വരെ 6 കിലോമീറ്റർ രാത്രി ഞങ്ങൾ രണ്ടുപേര് കൈകോർത്ത് പിടിച്ച് നടന്നു. 6 കിലോമീറ്റർ. എല്ലാം നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ടായിട്ട് അവിടെ നിന്ന് താഴെ ദൈവം കൊണ്ടുവന്ന് ഒന്നുമില്ലാത്തവരെ പോലെ ഞങ്ങളെ ദൈവം ഇറക്കി. മാവേലിക്കരയിൽ സുവിശേഷ വേല ആരംഭിച്ചു. ചർച്ച് ഓഫ് ഗോഡിന്റെ സഭാ ശുശ്രൂഷയോടുള്ള ബന്ധത്തില് മാവേലിക്കര കുറത്തികാട് ചൂരല്ലൂർ എന്ന് പറയുന്ന ദേശത്ത് പ്രവർത്തനം ആരംഭിച്ചു. ഹിന്ദുക്കളുടെ ഇടയിൽ, RSSകാരുടെ ഇടയിൽ പ്രവർത്തനം ആരംഭിച്ചു. 3 വർഷം പ്രവർത്തിച്ചു. ഒത്തിരി പട്ടിണി കിടന്നു, ഒത്തിരി കഷ്ടത സഹിച്ചു, ഒത്തിരി നിന്ന സഹിച്ചു. ഒന്നുമില്ലായ്മയിൽ അവിടെ തുടങ്ങി 10-12 കുടുംബത്തെ കർത്താവ് തന്നു. ഞാൻ വേഗത്തിൽ പറയുക, ഞാന് ആ കാലയളവില് നല്ല ഒരു ടോപ്പ് ഇട്ടോണ്ട് ശുശ്രൂഷയ്ക്ക് മീറ്റിങ്ങിന് പോകാൻ കൊതിച്ച സമയങ്ങളുണ്ട്. ഒരു വീട്ടിലെ പേഴ്സണൽ പ്രയറിന് പ്രാർത്ഥിക്കാൻ വിളിച്ചു. രാവിലെ ഒരുങ്ങുന്ന സമയത്ത് നല്ല ഒരു ഡ്രസ് ഇല്ല, ആകെ ഉള്ളത് ഒരു ടോപ്പ്, ഒരു മിന്നാമിനി കളറിന്റെ ഒരു ടോപ്പ്. അത് 2-3 ദിവസം ഇട്ട് വിയർത്തിട്ട് ഇങ്ങനെ സ്റ്റാൻഡിൽ വിരിച്ചിട്ടിരിക്കും. ഞാൻ കണ്ണ് നിറഞ്ഞു അത് തന്നെ എടുത്തിട്ടു. വെറുതെത്തില്ല, സ്തോത്രം പറഞ്ഞു, എടുത്തിട്ടു. എന്റെ ഹസ്ബൻഡ് എന്നെ ഇങ്ങനെ നോക്കി. അന്ന് പഴയ ഒരു പൾസർ ബൈക്കാ. ഈ ബാക്ക് പെയിനും കൊണ്ട് ആ ബൈക്കിലാണ് ട്രിവാൻഡ്രത്തും തൊടുപുഴയിലും മൂവാറ്റുപുഴയിലും ഒക്കെ മീറ്റിങ്ങിന് പോകുന്നത്. ഈ ബാക്ക് പെയിൻ വെച്ചുകൊണ്ട് ഒത്തിരി സ്ട്രഗിൾ ചെയ്തു. ബൈക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് പലപ്പോഴും എന്റെ ഹസ്ബൻഡ് അറിയത്തില്ല, പുറകെ ഇരുന്ന് നല്ലതുപോലെ കരഞ്ഞോണ്ടാ യാത്ര ചെയ്യുന്ന, വേദന സഹിക്കാൻ വയ്യാതെ, നടുവേദന കൊണ്ട്. അങ്ങനെ ശുശ്രൂഷയ്ക്ക് ആ ഭവനത്തിൽ ചെന്നു. പ്രാർത്ഥിച്ച് ഇറങ്ങാൻ സമയമായപ്പം അവർക്കൊരു ടെക്സ്റ്റൈലും. അപ്പൊ എന്നോട് പറഞ്ഞു, ഈ ടെക്സ്റ്റൈല് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണം, ഇനി ഞങ്ങളിത് നടത്തുന്നില്ല, അവർക്ക് ചില ഇഷ്യൂസ് ഉണ്ട്. ഞാൻ പറഞ്ഞു, ഓക്കെ, പ്രാർത്ഥിക്കാം.
പ്രാർത്ഥിച്ചിറങ്ങാൻ നേരത്തെ എന്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു 2 ജോഡി ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞു. എന്റെ കൈ പൈസ ഇല്ലെന്ന്, പാസ്റ്റർ കൈ പൈസയില്ല. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്കുണ്ട്, വേണ്ടാന്ന് പറഞ്ഞു. വേറെ ആരെങ്കിലും ആണെങ്കിൽ വാരിപ്പോയി എടുത്തേൻ. ഞാൻ അങ്ങനെ ചെയ്തില്ല. നമ്മുടെ പക്വത, ദൈവം തന്ന പക്വത. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തിൽ ഇടപെട്ടിട്ട് എന്നോട് പറഞ്ഞു ശരി, വീട്ടിലോട്ട് ഇരുന്നോ, ഞങ്ങൾ ഇപ്പൊ വരുവാന്ന്. ഏകദേശം ഒരു 7 ജോഡി ചുരിദാറിന്റെ മെറ്റീരിയൽ, 6 സാരി, ഒരു ലേഡീസിന് ആവശ്യമാകുന്ന ഏകദേശം 24,000 സംതിങ് രൂപയുടെ ഡ്രസ്സ് അന്ന് വൈകിട്ട് എന്റെ അലമാരയിൽ കഴിഞ്ഞു. അങ്ങനെയൊക്കെ ഒത്തിരി അനുഭവങ്ങളിലൂടെ ഞാൻ നിർത്തുകയാ. ദൈവം കടത്തിവിടുവാൻ ഇടയായി. അവിടെ വെച്ച് ദൈവം ഞങ്ങൾക്കൊരു ബുള്ളറ്റ് 2 വീലർ ദൈവം ദാനമായി തന്നു. ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം ആ വ്യക്തിക്ക് വേണ്ടി അത്ഭുതം ചെയ്തപ്പോൾ ഒരു ഓഫറിംഗ് ചെയ്ത് ഒരു എൻഫീൽഡ് തന്നു. ആ എൻഫീൽഡിൽ ഒരു വലിയ ആക്സിഡന്റ് ഞങ്ങൾക്കുണ്ടായി. ആ ദേശത്തിന് വേണ്ടി 21 ഡേയ്സ് ഫാസ്റ്റിംഗ് ഇരുന്ന സമയത്ത് ഫാസ്റ്റിംഗിന്റെ 1-ാം ദിവസം മാവേലിക്കരയിൽ നിന്ന് കുമിളിക്ക് മീറ്റിങ്ങിന് പോകാനായിട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ ഒരു കയറ്റത്ത് വെച്ച് ഒരു ആക്സിഡന്റ് ഉണ്ടായി. വലിയ പൊക്കത്തില് ഞാൻ തെറിച്ചുപോയി വീണു. അങ്ങനെ ആ വീഴ്ച കൂടി ആയപ്പോൾ സ്പൈനൽ കോഡ് കംപ്ലീറ്റ് പ്രയാസമായി. MRI സ്കാൻ ചെയ്തു. 8 ഡിസ്കിന് ബൾജിങ്, 9 കണ്ണികൾ വിട്ടുകിടക്കുക, 8 മുഴ നട്ടലിനകത്തുണ്ട്, ഫ്ലൂയിഡ് ഫോർമേഷൻ ചെയ്യുന്ന സെൽസ് ഡെഡ് ആയിപ്പോയി. 45 ലക്ഷം രൂപയുടെ മേജർ സർജറി ബോഡിയിൽ പറഞ്ഞു, പക്ഷെ ഇതുവരെ ചെയ്തില്ല. ഞാൻ ഈ ടെസ്റ്റ് മണി പറയുന്നത് മരണകരമായ വേദന എന്റെ ശരീരം മൊത്തം സഹിച്ചാണ് ഞാൻ ഇരുന്ന് പറയുന്നത്. ട്രിവാൻഡ്രം കിംസ് ഹോസ്പിറ്റൽ, ഇൻഡോ അമേരിക്ക ഹോസ്പിറ്റൽ ഒക്കെ എനിക്ക് തന്നിരിക്കുന്ന സമയം, മെഡിക്കൽ സയൻസ് എനിക്ക് തന്നിരിക്കുന്ന സമയം 15 മിനിറ്റിൽ കൂടുതൽ ഇരിക്കാൻ പാടില്ല, 15 മിനിറ്റിൽ കൂടുതൽ നിൽക്കാൻ പാടില്ല. ഇപ്പൊ തന്നെ ഏകദേശം 1 hour ആകുന്നു ഇരുന്ന് ഞാനിത് പറയാൻ തുടങ്ങിയിട്ട്. ഞാനതാ ഇടയ്ക്ക് ഇങ്ങനെ ഞെരുവിരി കൊള്ളുന്നത്. ദൈവത്തിന്റെ ഒരു ഗ്രേസ് ഞാൻ പറയാം. സാധാരണ നമുക്ക് ഒരു ഹെഡേക്ക് വന്നാൽ നമ്മുടെ ഫേസിൽ അത് അറിയാം. ഇത്രയും സിവിയർ പെയിൻ സഹിച്ചാൽ ഞാൻ അവിടെ ഇരിക്കുന്നു. എന്റെ ഫേസിൽ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? ഞാൻ ശുശ്രൂഷ കഴിഞ്ഞൊക്കെ ഇറങ്ങുമ്പം എന്റെ മെഡിക്കൽ റിപ്പോർട്ട് കണ്ടവർക്കൊക്കെ ഒരു അതിശയം, അതായത് ബിയോണ്ട് ദ സയൻസ്, സയൻസിന് മുകളിലാണ് ഇന്നത്തെ എന്റെ ജീവിതം. അത്ഭുതമാണ്, അത്ഭുത ടെസ്റ്റ് മണിയാ പറയുന്നത്. ദൂരയാത്ര ചെയ്ത് മണിക്കൂറുകൾ നിന്ന് ശുശ്രൂഷിച്ച് മടങ്ങി വരുന്ന വരവ് മൊത്തം ബ്ലഡ് ഛർദിച്ചാ ഞാൻ വീട്ടിൽ വരുന്നു കുറച്ചു നാളായിട്ട്. പെയിൻ കൂടുമ്പം എനിക്ക് ഈ ഹെഡില് ഒരു മിന്നൽ പോലെ ഫീൽ ചെയ്യും. അത് ഫീൽ ചെയ്യുന്ന സമയത്ത് ബ്ലഡ് വോമിറ്റിങ്, ചിലപ്പോൾ മൂക്കിലൂടെ ചെവിയിലൂടെ ഒക്കെ ബ്ലഡ് വരും. അത്രയും ഒരു സിവിയർ കണ്ടീഷനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ദൈവം നടത്തും. കണ്ടാൽ ഒരു കുഴപ്പവും ഫീൽ ചെയ്യത്തില്ല. വളരെ നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ട് ഒരുങ്ങി നിന്ന ഒരു കുഴപ്പവും. പക്ഷെ ഈ സ്ട്രഗിൾ ഈ ശരീരത്തിൽ അനുഭവിച്ചുകൊണ്ടാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത്. വലിയ വില കൊടുത്ത് കർത്താവിന്റെ വേല ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരുപാട് ഞാൻ സന്തോഷിക്കുന്നു. ഈ ഒരു രോഗം വഹിച്ച ഇപ്പൊ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രിവാൻഡ്രത്തെ കിംസ് ഹോസ്പിറ്റലിലെ ന്യൂറോ സർജൻ അജിത് ഡോക്ടർ എനിക്ക് ഇട്ടിരിക്കുന്ന പേര് അന്യഗ്രഹ ജീവി എന്ന്. അവര് പറയുന്ന മനുഷ്യ സ്ത്രീകൾ ആരും ഈ റിപ്പോർട്ടുള്ളവർ എഴുന്നേറ്റ് നിൽക്കത്തില്ല, നിങ്ങൾ ഏതോ അന്യഗ്രഹ ജീവിയാണെന്ന ആ ഡോക്ടേഴ്സ്. ഞാൻ പറഞ്ഞു അത് ഞങ്ങൾ സേവിക്കുന്ന ഒരു ദൈവമുണ്ട്, യേശുക്രിസ്തു എന്ന് പറയും, ആ ദൈവത്തിന്റെ ശക്തിയിലായി നടക്കുന്നതെന്ന്. രോഗമാണെങ്കിൽ കിടപ്പിലാവും, ശൂലമായോണ്ടാ കിടക്കാത്തത്. വേദന സഹിക്കാനുള്ള ശക്തിയും അതുകൊണ്ടാ ദൈവം തന്നത്. ഈ രോഗം വഹിച്ച് ഒരിക്കലും ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റും. അപ്പൊ അത് ശൂലമായത് കൊണ്ടാണ് സർവൈവ് ചെയ്തു പോകാനുള്ള ഗ്രേസ്. പക്ഷെ ചില സമയത്ത് ഓപ്പണായിട്ട് പറഞ്ഞാൽ സഹിക്കാൻ കഴിയാത്ത പെയിൻ ഉണ്ടാവാറുണ്ട്. എന്റെ ബോഡി ഫുള്ള് നീർക്കെട്ടാണ്. സ്റ്റിൽ നൗ ഫുള്ള് കല്ല് പോലെ ഉരുണ്ടിരിക്കുന്ന നീർക്കെട്ടാണ് ശരീരം മൊത്തം. ബോഡി ഫുള്ള് പെയിനാണ്. ഈ കാണുന്ന ഈ ബൾജ് ചെയ്ത് കാണുന്നതൊക്കെ നീർക്കെട്ട്. ഭയങ്കര നീരാണ് എന്റെ ശരീരത്തിൽ മുഴുവൻ. എല്ലാം അറിഞ്ഞ് മനസ്സിലാക്കി കൂടെ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ഫിസിക്കൽ കണ്ടീഷനിൽ കൈത്താങ്ങൽ ചെയ്യുന്ന ഒരു ഭക്തനെ ദൈവം ജീവിത പങ്കാളിയായി തന്നതുകൊണ്ട് ഞാൻ ഒത്തിരി ദൈവത്തെ സ്തുതിക്കുന്നു. അല്ലെങ്കിൽ ഇതൊന്നും സർവൈവ് ചെയ്തു പോകാൻ എനിക്ക് ഒറ്റയ്ക്ക് കഴിയത്തില്ല. ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമാണ്. പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച് തന്നെ അതിനേക്കാൾ ശ്രേഷ്ഠമായി നടത്തുന്ന ഒരു ദൈവമാണ്. അങ്ങനെ മാവേലിക്കരയിൽ നിന്ന് ട്രാൻസ്ഫർ ആയി ഇപ്പൊ മന്നമരുതി മക്കപ്പുഴ എന്ന് പറയുന്ന ദേശത്ത് ഇവിടെ കർത്താവിന്റെ വേല ചെയ്യുന്നു. 4 വർഷം മുൻപ് തുടങ്ങിയ പ്രവർത്തനമാ.
ഞങ്ങൾ രണ്ടുപേരും മാത്രമായി സ്റ്റാർട്ട് ചെയ്ത പ്രവർത്തനമായി ഇപ്പൊ 17 കുടുംബമുണ്ട്. എല്ലാ ജാതികളിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന സാധുക്കളായ കുറെ ദൈവമക്കളുടെ കൂടെ ഞങ്ങൾ ആരാധിക്കുന്നു, പ്രവർത്തിക്കുന്നു, കർത്താവിന്റെ വേല ചെയ്യുന്നു. ദൈവം ഓരോ ദിവസവും നടത്തുന്നു. ദൈവത്തിന്റെ എല്ലാ കരുതലുകൾക്കും നന്ദി പറയുന്നു. കർത്താവ് തരുന്ന ആയുസ് തീരുന്നത് വരെ വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോകാതെ, കാരണം വലിയ എന്നേക്കാൾ ഭക്തന്മാർ പട്ടുപോയ പോർക്കളമാണ്, തീപ്പൊരി ശുശ്രൂഷ ചെയ്തവർ വീണുപോയ പോർക്കളമാണ്. അപ്പം ശുശ്രൂഷ ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മരണം എന്നെ വേർപെടുത്തുന്ന വരെ ഞാൻ ഈ വിശ്വാസത്തിൽ നിലനിൽക്കണം, ശുശ്രൂഷാമുഖത്ത് നിലനിൽക്കണം, തെറ്റിപ്പോകാതെ വീണുപോകാതെ അന്ത്യം വരെയും നിലകൊള്ളുവാൻ ആസാദി ഈ TV ചാനലിന്റെ അഭിഷിക്തദാസിന്റെയും കുടുംബത്തിന്റെയും പ്രാർത്ഥന ഞാനും ചോദിക്കുകയാണ്. സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെയും ഞങ്ങൾ ഓർക്കാം. ഇങ്ങനെ ചുരുങ്ങിയ സമയം ടെസ്റ്റിമണി പറയുവാൻ അവസരം ഒരുക്കി തന്നതിന് ഒത്തിരി നന്ദി ഞാൻ പറയുന്നു. എന്റെ എല്ലാവിധമായ സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. മാറാ നാഥ. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം സിസ്റ്റർ. ദൈവം ഇടപെട്ട വിധങ്ങൾ വാക്കുകൾക്ക് അതീതമായിട്ട് പ്രത്യേക അനുഭവം നമ്മൾ ഇന്നുവരെ കേട്ടിട്ടുള്ള ഒരു എൻകൗണ്ടർ അല്ല സിസ്റ്റർ ജീവിതത്തിൽ ഉണ്ടായത്. പ്രത്യേകിച്ചും പെട്ടെന്നൊരു നിമിഷം സ്റ്റേജിൽ ചെല്ലുന്നു, വചനം പറയുന്നു, അന്ന് മാനസാന്തരം ഉണ്ടാകുന്നു. അതൊക്കെ വളരെ വ്യത്യസ്തമായ അനുഭവമാണ്. ആ ഒരു കാലഘട്ടം അല്ലേ, നമ്മൾ ഒരു പാസ്റ്ററൽ ഫാമിലിയിൽ ഒരു ഫെയ്ത്ത് ഹോമിൽ വളരുന്ന ഒരു പെൺകുട്ടി എന്നാൽ റിബലായിട്ട് പോകുന്നു. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ പപ്പ ശുശ്രൂഷിക്കുന്ന സഭയിൽ എല്ലാവർക്കും ഈ കാര്യങ്ങൾ അറിയാം, പാസ്റ്റർ മോള് റിബലാണെന്നുള്ളത്. അതൊക്കെ എന്ത് വലിയ വേദനയായിരിക്കും മാതാപിതാക്കൾക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ? അവര് പാസ്റ്ററെ ഒത്തിരി അവര് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഒരുപാട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ പരിഹാസം മറ്റുള്ളവർ പാസ്റ്ററോട് പാസ്റ്റർ ആദ്യം മോളെ നോക്കെന്ന് പറയുന്ന വാക്കുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരുപാട് ഞാൻ നിൽക്കുമ്പം തന്നെ അവരത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കതൊന്നും ഫീൽ ചെയ്യത്തില്ല. ഞാൻ സാത്താനിസത്തിന്റെ കൺട്രോളിലല്ല ആ സമയത്ത്. അതെ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം സഹായിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കളുടെ കണ്ണുനീരിന് ഒരു മറുപടിയുണ്ട്. ഞാൻ എൻ്റെ ജീവിതാനുഭവം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഞാൻ രാഷ്ട്രീയമൊക്കെ കളിച്ച് നടന്ന സമയത്ത് എൻ്റെ പപ്പായുടെ ആഗ്രഹം ഞാൻ ചാൾസ് വിന്നിയെ പോലെ ആകണമെന്നായിരുന്നു. എന്നാൽ രാഷ്ട്രീയമൊക്കെ കളിച്ച് ഒരു സമയത്ത് വീട് വിട്ടു പോയി പാർട്ടി ഓഫീസിൽ താമസിക്കണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചത്. എൻ്റെ പപ്പയും പാസ്റ്ററായിരുന്നു. അപ്പോൾ എൻ്റെ ചിന്ത ഞാൻ മന്ത്രിയൊക്കെ ആകുമ്പോൾ എൻ്റെ മാതാപിതാക്കളുടെ സങ്കടം മാറുമെന്നായിരുന്നു. അങ്ങനെ ഞാൻ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ വലിയ ആളാകുമ്പോൾ ഇവരുടെ കരച്ചിലൊക്കെ മാറും. പക്ഷേ അവർ കരച്ചിൽ നിർത്തിയില്ല. ദൈവം പ്രാർത്ഥന കേട്ടു. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെക്കുറിച്ച് വേദനിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെയൊക്കെ അനുഭവമാണ് കർത്താവ് ആ കുഞ്ഞുങ്ങളെ നല്ല ദൈവകൃപയുള്ള മക്കളാക്കി മടക്കിക്കൊണ്ടുവരും. നിങ്ങളുടെ കണ്ണുനീരിന് പ്രതിഫലമുണ്ട്, മറുപടിയുണ്ട്. പ്രിയ സിസ്റ്ററെ കുടുംബമായിട്ട് കർത്താവ് ഉപയോഗിക്കട്ടെ. പാസ്റ്ററെ ഓർത്ത്, പ്രവീൺ പാസ്റ്ററെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. സിസ്റ്റർ, നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. സിസ്റ്ററിനെ ചുരുക്കമായിട്ട് ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. പരിശുദ്ധനായ നല്ല ദൈവമേ, കർത്താവേ, നല്ല സമയത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ശാശ്വതമല്ലാത്ത ഈ മരുഭൂയാത്രയിൽ ഇന്നലെ രാത്രി ഞങ്ങൾ കിടന്നുറങ്ങി. ഇന്ന് പ്രഭാതം കാണുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ഉച്ച കഴിഞ്ഞ ഈ സമയത്ത് കർത്താവെ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുവാൻ ദൈവം എനിക്ക് അവസരത്തിനായി സ്തോത്രം. കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സ്നേഹിതരായ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഇത് അവരുടെ ഹൃദയത്തെ ചലിപ്പിക്കട്ടെ കർത്താവെ. മുറിവേറ്റിരിക്കുന്നവർക്ക് ഇതൊരു വിടുതലായി തീരട്ടെ കർത്താവെ. സൗഖ്യത്തിനു വേണ്ടി ഭാരത്തോടെ ഇരിക്കുന്നവരിലേക്ക് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു അനോയിന്റിംഗ് വ്യാപരിക്കുവാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. തകർക്കപ്പെട്ട് ഭാരപ്പെട്ട് തലമുറകളെ ഓർത്ത് വേദനിക്കുന്നവർക്ക് ഇതൊരാശ്വാസമായി ഡെലിവറൻസ് ആയി പുറപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. കാൽവറി ക്രൂശിൽ അനുഗ്രഹിച്ചു തന്ന എല്ലാ ആത്മീക ഭൗതിക നന്മകളാൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അഭിഷിക്തദാസിനെ, കുടുംബത്തെ, അവരുടെ മിനിസ്ട്രികളെ, പ്രവർത്തനങ്ങളെ ബ്ലെസ് ചെയ്യുന്ന കർത്താവെ. പിതൃപുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും ബ്ലെസ് ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ, സഹവാസ കാവൽ
നമ്മെല്ലാവരുടെ പേരും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ ആക്സസ് സിസ്റ്റർ മേൽ, തൻ്റെ കുടുംബത്തിന്മേൽ, ശുശ്രൂഷകളുടെ മേൽ ഇന്ന് മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. താങ്ക് യു സിസ്റ്റർ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സിസ്റ്റർ. ഞങ്ങളുടെ എല്ലാം നന്ദി സ്നേഹം അറിയിക്കുന്നു. വളരെ വ്യത്യസ്തമായ ഒരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഈ സാക്ഷ്യത്തിൽ കൂടി ദൈവം അനേകരോട് സംസാരിക്കാൻ ഇടപെടുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.